നമസ്കാരം. കെയറിംഗ് ഹാൻഡ്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ ACV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കെയറിംഗ് ഹാൻഡ്സിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം വിമൻ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, സ്ത്രീകളുടെ ആരോഗ്യവും അതിൽ പോഷകാഹാരത്തിൻ്റെ പ്രാധാന്യവും എന്നുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്ക് അതിഥിയായിട്ടുള്ളത് ഡോക്ടർ ലീലാമണിയാണ്. യാന മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ അരുമന, യാന വിമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെൻറ്റർ ഉള്ളൂർ, ഇവിടുത്തെ സീനിയർ കൺസൾട്ടൻ്റ് ആണ് ഡോക്ടർ. അപ്പോൾ ഡോക്ടറിനെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. ഒപ്പം പ്രേക്ഷകരോടായിട്ട് നമ്മൾ April 7 കഴിഞ്ഞ April 7 വേൾഡ് ഹെൽത്ത് ഡേ നമ്മൾ ആചരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നുള്ളതായിരുന്നു ഇത്തവണത്തെ തീം. അപ്പം നമ്മുടെ ആരോഗ്യം നമ്മുടെ അവകാശമാണ്. എപ്പോഴും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ആരോഗ്യം കിട്ടണമെങ്കിൽ നല്ല പോഷകാഹാരമൊക്കെ കഴിക്കണം. പലപ്പോഴും ആ കാര്യത്തിലൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നത് നമ്മൾ സ്ത്രീകളാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടവും ഓരോ തരത്തിലുള്ള ന്യൂട്രീഷൻ അല്ലെങ്കിൽ അധിക സപ്ലിമെൻറ്റ്സും ഒക്കെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും അധികം നമ്മൾ ഇഗ്നോർ ചെയ്ത് പോകാറാണ് പതിവായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആരോഗ്യം നമ്മുടെ അവകാശമാണ്. ലോകം മുഴുവൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മളും അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം, ബോധവതികളായിരിക്കണം. അതുകൊണ്ട് ഇന്ന് നമുക്ക് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഡോക്ടറോട് ചോദിച്ചു തന്നെ തുടങ്ങാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രേക്ഷകരോടായിട്ട് നമ്മുടേത് 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമാണ് വിമൻ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, സ്ത്രീകളുടെ ആരോഗ്യവും അതിൽ പോഷകാഹാരത്തിൻ്റെ പ്രാധാന്യവും എന്നുള്ള ഇന്നത്തെ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഡോക്ടർ ലീലാമണി നമുക്ക് എക്സ്പേർട്ടാണ്, സീനിയർ ഗൈനക്കോളജിസ്റ്റാണ്, കൺസൾട്ടൻ്റാണ്. അപ്പോൾ ഡോക്ടറോട് തന്നെ നേരിട്ട് ചോദിച്ച് അറിയാവുന്നതാണ്. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഓരോ വിവിധ ഘട്ടത്തിലും ഓരോ സ്റ്റേജിലും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ അധിക പോഷകാഹാരങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്, എന്തൊക്കെ സപ്ലിമെൻറ്റ്സ് ആണ് കൊടുക്കേണ്ടത്, ഇതൊക്കെ നമുക്ക് ഡോക്ടറോട് ചോദിച്ചറിയാം. അപ്പോൾ ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് വിളിക്കുക, ഡോക്ടറോട് നേരിട്ട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുക. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഡോക്ടർ, ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ എപ്പോഴും കോംപ്രമൈസിങ് എൻഡിലുള്ള ഒരു ആൾ ആരാണെന്ന് ചോദിച്ചാൽ അത് സ്ത്രീയാണ്. പ്രത്യേകിച്ച് വീട്ടിൽ അമ്മയായിരിക്കും. കാരണം ഒരു ഭക്ഷണം ഉണ്ടാക്കിയാൽ പോലും ഹസ്ബൻഡിനും മക്കൾക്കും ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വല്ലതും ബാക്കിയുണ്ടെങ്കിലേ സ്പെഷ്യൽ ഐറ്റംസ് കഴിക്കാൻ പോലും പലപ്പോഴും കിട്ടാറുള്ളൂ. അവിടെയാണ് നമ്മൾ ഈ ന്യൂട്രീഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത്. എനിക്കൊന്ന് ഡോക്ടർ, ഈ ഇത്തവണത്തെ വേൾഡ് ഹെൽത്ത് ഡേയുടെ ഒരു തീം വെച്ച് നമുക്ക് തുടങ്ങാം. മൈ ഹെൽത്ത് മൈ റൈറ്റ്, അതിൻ്റെ ഒരു റെലവൻസ് എന്താണെന്നുള്ളത്. ഇപ്പം ഹെൽത്ത് ഈസ് വെൽത്ത്. നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും, എത്ര മണി ഉണ്ടെങ്കിലും, നമ്മൾ എത്ര റിച്ച് ആണെങ്കിലും നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യമില്ല. അതുപോലെ തന്നെ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നാൽ നമ്മൾ എത്ര കാശുള്ളവരാണെങ്കിലും അത് അപ്പം തന്നെ നമ്മളറിയാതെ തന്നെ അത് ചോർന്ന് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ഹെൽത്ത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ് ലൈഫിൽ. അത് ഒരു ഏജിലല്ല, ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നവരെ നമുക്ക് ഏറ്റവും പ്രധാനം ഹെൽത്ത് തന്നെയാണ്. അപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല, എന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഹെൽത്ത് പ്രോബ്ലംസ് വരാതെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. വന്നാൽ ഏർലി ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്താൽ അത് നമുക്ക് കംപ്ലീറ്റ് ക്യൂർ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തണം എന്ന് തന്നെയാണ്. ഇപ്പോൾ സ്ത്രീ എന്ന് പറയുമ്പോൾ പണ്ടത്തെ ഒരു സിറ്റുവേഷൻ അല്ല ഇന്ന് സ്ത്രീയുടെ. നമ്മൾ വിമൻ ഇക്വാലിറ്റിയൊക്കെ പറഞ്ഞ് ഇപ്പോൾ എല്ലാ തലങ്ങളിലും സ്ത്രീയും അതുപോലെ വന്നിട്ടുണ്ട് അല്ലേ? മിക്കവാറും എല്ലാ കാര്യങ്ങളിലും സ്ത്രീയും വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഹെൽത്ത് എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ഹെൽത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഫിസിക്കൽ ഹെൽത്തിനെ പറ്റിയാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ കൂടെ മെൻ്റൽ ഹെൽത്തും അതുപോലെ ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നമ്മൾ വീട്ടിൽ നിറച്ച് ഫുഡ് ഉണ്ടാക്കി വെച്ചാലും നമുക്കത് കഴിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റൽ ഹെൽത്ത്. പിന്നെ ഇന്നത്തെ സ്ത്രീ അല്ല പണ്ടത്തെ സ്ത്രീ. പണ്ടുള്ള സ്ത്രീകളാണെങ്കിൽ വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടുകയും വീട്ടിലെ കാര്യങ്ങൾ നോക്കുകയും അവർക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കാൻ സമയം കിട്ടും. പക്ഷേ ഇന്നത്തെ സ്ത്രീ പുരുഷനെ പോലെ തന്നെ ജോലി സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുന്നവരാണ്. പക്ഷേ ഇന്ന് അതുകൊണ്ടുണ്ടായിരിക്കുന്ന ഒരു പ്രത്യേക പ്രശ്നമെന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. വർക്ക് ലൈഫ് ബാലൻസില്ല, അവർക്കത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിപ്പോൾ ഒരു വലിയ ചർച്ചാ വിഷയമാണ് വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ പലരും മാനസികമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നുള്ളത് പണ്ടത്തെക്കാളും കൂടുതൽ കുടുംബാംഗങ്ങൾ, ഇപ്പോൾ ഭർത്താവോ കുഞ്ഞുങ്ങളോ ഒക്കെ കൂടുതൽ ഡിമാൻഡിങ് ആണോ എന്ന് പലപ്പോഴും നമുക്ക് തോന്നും. പണ്ടത്തെ തരം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇന്ന് ഫാമിലീസിൽ ഇല്ലാത്ത പോലെ തന്നെയാണ്. പണ്ടത്തെ ആ ഒരു നമ്മളെ കാലവും സാഹചര്യവും ലോകവും തന്നെ മാറിയതിൻ്റെ വ്യത്യാസങ്ങളാണതെല്ലാം. ഞാൻ മാത്രം അങ്ങനെ ചെയ്യേണ്ടി വരുന്നു എന്നുള്ള ഒരു ഫീലിംഗ്. പണ്ട് സ്ത്രീ അങ്ങനെയല്ല, ഇതെൻ്റെ കടമയാണെന്ന് വിചാരിച്ചാണ് കുടുംബകാര്യങ്ങൾ നോക്കിയിരുന്നത്. ഇന്നത് തിരിച്ചായിപ്പോയി. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ലോകത്തിലുണ്ട്. അപ്പോൾ ഇത് ഫിസിക്കൽ ഹെൽത്തിനെ പോലെ തന്നെ മെൻ്റൽ ഹെൽത്തിനെയും സ്ത്രീയെ ബാധിക്കുന്നതാണ്.
അപ്പോൾ ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിലേ നമുക്കൊരു നല്ല ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതെ. പിന്നെ ഇന്നത്തെ ഇപ്പോൾ പറഞ്ഞ IT ഫീൽഡിലൊക്കെ ആണെങ്കിലും ഉറക്കം നമ്മുടെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമായ ഒന്നാണ് ഉറക്കം. പക്ഷേ അവർക്ക് രാത്രി വർക്ക് ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പക്ഷേ സ്ത്രീയുടെ കാര്യം നോക്കുമ്പോൾ പകൽ അവർക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. പകൽ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പിന്നെ ഇതെല്ലാം പറഞ്ഞാലും സ്ത്രീക്ക് ദൈവം ഒരു വലിയ കഴിവ് കൊടുത്തിട്ടുണ്ട്, മൾട്ടി ടാസ്കിങ്. പല കാര്യങ്ങളും ഒന്നിച്ച്, അതുകൊണ്ടാണ് സ്ത്രീകൾ നിലനിന്ന് പോകുന്നതെന്ന് പലപ്പോഴും തോന്നും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിൽ നമ്മളിപ്പം ഇന്ന് ന്യൂട്രീഷൻ ചർച്ച ചെയ്യുന്നുണ്ട്. ന്യൂട്രീഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെ. ജനിക്കുമ്പം മുതൽ ഓരോ സ്റ്റേജിലും നമുക്ക് ന്യൂട്രീഷൻ ഇമ്പോർട്ടൻ്റ്. അതെ ഡോക്ടർ, സത്യം പറഞ്ഞാൽ ഞാൻ നമ്മുടെ ഈ ഡിസ്കഷൻ ഇരുന്ന സമയത്ത് മനസ്സിലാലോചിച്ചത് ഒരു കുഞ്ഞ് ഒരു ഇൻഫൻ്റ് ആയിരിക്കുന്ന സമയത്ത്, പക്ഷേ ഈ നമ്മളിപ്പോൾ റൈറ്റ്സ് ഓഫ് ദ അൺബോർണിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ ജനിക്കുന്ന ലൈഫ് വന്നാൽ ആ ലൈഫ് ഹാസ് എ റൈറ്റ്. അതെ, ഫീറ്റസിനുണ്ട് റൈറ്റ്. അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു സ്റ്റേജ് തൊട്ടേ ചർച്ച ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ സൗന്ദര്യം തന്നെ. അപ്പോൾ ഒരു ഫീറ്റസ്, അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞായിട്ട് രൂപപ്പെട്ട് വരുന്ന സമയം തൊട്ട് അതിന് അവിടെ നമ്മൾ ജെൻഡർ ഒന്നുമില്ല, ഒരു കുഞ്ഞ്, ഒരു ജീവനുണ്ട്. അപ്പോൾ ആ ജീവന് അതിനോടൊപ്പം തന്നെ അതിൻ്റെ അമ്മയ്ക്ക് വേണ്ട പോഷകം. അപ്പം രണ്ടും എനിക്ക് തോന്നുന്നു അത് ഓരോ സ്റ്റേജ് പറഞ്ഞു വരുമ്പോൾ വരും. പക്ഷെ ഫീറ്റസിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ അതൊന്ന് എങ്ങനെയാണ് ഒരു ഫീറ്റസിന് വേണ്ട, അതായത് നമ്മൾ പലപ്പോഴും ഈ പ്രഗ്നൻസി അറിയുന്നത് തന്നെ ഒരു 4 വീക്സ് 5 വീക്സ് അല്ലെങ്കിൽ 6 വീക്സ് ഒക്കെ ആകുമ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ പല അമ്മമാരും ഇപ്പോൾ ഫോളിക് ആസിഡ് പോലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ കഴിച്ചു തുടങ്ങിയിട്ട് പോലും ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ബേസിക് ന്യൂട്രീഷൻ എങ്ങനെയാണ് പ്രഗ്നൻ്റ് ആവാൻ തയ്യാറെടുക്കുന്ന ഒരു അമ്മ എങ്ങനെയായിരിക്കണം എന്നുള്ളത് പറഞ്ഞു. ഇപ്പം ഫീറ്റസിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഒരു മുഴം പുറകിലോട്ട് പോവുകയാണ്. പ്രീ കൺസെപ്ഷൻ ഫീറ്റസിനെ പറയുമ്പം ഫീറ്റസ് വരുന്നതിന് മുമ്പ്. അപ്പോൾ പ്രീ കൺസെപ്ഷനലി അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ അവരുടെ ആരോഗ്യം നല്ലതായിരിക്കും. നമ്മളിപ്പോൾ ഒരുപാട് ഇപ്പം മാരേജ് കൗൺസിലിംഗ് കൊടുക്കുമ്പോഴും അല്ലാത്ത യങ്സ്റ്റേഴ്സിന് ക്ലാസ് എടുക്കുമ്പോൾ അഡോളസൻ ഹെൽത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴും എല്ലാം നമ്മളിത് പറയുന്നുണ്ട്. ആരോഗ്യമുള്ള അമ്മയാണ് ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം നൽകുന്നത്. അപ്പോൾ ആരോഗ്യമുള്ള ഒരു ഭ്രൂണം ഉണ്ടാവണമെങ്കിൽ അവിടെ അമ്മയ്ക്ക് ആരോഗ്യം വേണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡയബറ്റീസ് ഉള്ള ഒരമ്മ, ബ്ലഡ് പ്രഷർ ഉള്ള ഒരമ്മ, അല്ലെങ്കിൽ ഭയങ്കര ഒബീസിറ്റി, ആ അമ്മയ്ക്കൊരു ഭ്രൂണം വയറിലുണ്ടായിക്കഴിഞ്ഞാൽ, ഗർഭപാത്രത്തിലുണ്ടായിക്കഴിഞ്ഞാൽ റിസ്കി തന്നെയാണ്. അതിന് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഫീറ്റസിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ റൈറ്റ് ടു ലിവ് ആണ്. അതിനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നല്ലൊരു കുഞ്ഞായിട്ട് പുറത്ത് വരുന്നതിന് അതിൻ്റെ അവകാശമായിട്ടാണ് വയ്ക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഗർഭഛിദ്രമൊക്കെ പറയുമ്പോൾ എപ്പോഴും പറയുന്നത് ഒരു ജീവൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നശിപ്പിക്കുന്നത് അതിൻ്റെ റൈറ്റിനെ നമ്മൾ ഹനിക്കുന്നതാണ്, ജീവിക്കാൻ അനുവദിക്കാതിരുന്നാൽ. അപ്പോൾ ആ രീതിയിൽ പറയുമ്പോൾ അമ്മയുടെ ആരോഗ്യം അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമ്മ പ്രഗ്നൻ്റ് ആകുമ്പോഴേ ആരോഗ്യവതിയായിരിക്കണം. എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൺട്രോൾ ചെയ്ത് ഹെൽത്തി ആയിട്ട് വേണം ഗർഭിണിയാവേണ്ടതെന്ന് നമ്മൾ പറയും. പിന്നെ കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ അതിന് വളരുന്നതിന് വേണ്ട അഡീഷണൽ പോഷകങ്ങൾ നമ്മൾ ഗർഭകാലത്ത് കൊടുക്കണമെന്നുള്ളത്. അത് അമ്മയിലൂടെ മാത്രമേ പറ്റുള്ളൂ. കുഞ്ഞിനിപ്പം നേരെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, ത്രൂ മദർ. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ തുടങ്ങി നമ്മൾ കുഞ്ഞിൻ്റെ അവകാശം. ഈ അവകാശം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എല്ലായിടത്തും ഹ്യൂമൻ റൈറ്റ്സ് തുടങ്ങി ബാലാവകാശമുണ്ട്, വനിതകൾക്ക് അവകാശമുണ്ട്, എല്ലാവർക്കും പുരുഷന്മാർക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട് അവകാശം. പക്ഷേ ഈ അവകാശം എന്ന് പറയുന്നത് നേടിയെടുക്കുന്നതിനേക്കാൾ അത് ഓട്ടോമാറ്റിക്കലി വരത്തക്ക രീതിയിൽ, ഇപ്പോൾ ഒരു സമരം ചെയ്തൊരു സാധനം നമ്മൾ വാങ്ങുന്നതിനേക്കാളും സന്തോഷവും സുഖവും ഒക്കെ ഓട്ടോമാറ്റിക്കലി അത് കിട്ടുമെങ്കിൽ അത് നല്ലതാണ്. അറിഞ്ഞു തരും. അത് ബാക്കി ആർക്കും ഒരു സ്ട്രെസ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ രീതിയിലാണെങ്കിൽ അപ്പോൾ ഒരു അഡോളസൻ ഗേൾ തുടങ്ങി അതിനൊരു അമ്മയാകാനുള്ള ഒരു പ്രിപ്പറേഷൻ അവിടെ വേണം. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആവുമെന്നുള്ള ധാരണ എല്ലാ സ്ത്രീകൾക്കും വേണം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ തുടങ്ങിയിട്ട് അവരുടെ ആരോഗ്യം അവരെ സംരക്ഷിക്കണമെന്നുള്ളതാണ്. ഓക്കെ ഡോക്ടർ, ഈ നമ്മൾ ഫീറ്റസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അതിലൊന്ന് ഒരു സംശയം ചോദിക്കണം. അതായത് ഇപ്പോൾ ഒരു 4 ആഴ്ച 5 ഈ കുഞ്ഞുങ്ങൾ എപ്പോഴാണ് അമ്മയുടെ ശരീരത്തിൽ നിന്ന് പോഷകാഹാരം സ്വീകരിച്ച് തുടങ്ങുന്നത്? അത് ആദ്യത്തെ കൺസെപ്ഷനിൽ തന്നെയാണ്. അതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര നമുക്കത് കണ്ടു കഴിഞ്ഞാൽ വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ്. നമ്മളൊരു ഭ്രൂണം ഉണ്ടാകി കഴിഞ്ഞാൽ ഒരു ഓവവും സ്പേമും തമ്മിൽ ചേരുന്നത് നമ്മുടെ അണ്ടവാഹിനി കുഴലിൽ നിന്നാണ്.
അത് പതുക്കെ ഗർഭപാത്രത്തിൽ വരുമ്പോൾ തന്നെ അതിനൊരു റിസീവ് ചെയ്യുന്ന തന്നെ ഒരു ഭയങ്കര ഇതായിട്ടാണ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ വന്ന് ഗർഭപാത്രത്തിൽ വരുമ്പോൾ തന്നെ ചുറ്റുമുള്ള രക്തക്കുഴലെല്ലാം വന്ന് അതിനെ കവർ ചെയ്ത് വെക്കും. പിന്നെ അതിന് ആവശ്യമുള്ളതല്ല അതിൽ നിന്ന് കിട്ടും. അതായത് ആദ്യ ആഴ്ചകളിൽ തന്നെ അപ്പം തന്നെ അത് വളരണമെങ്കിൽ നല്ലതായിട്ട് ഗർഭപാത്രത്തിൽ സർക്കുലേഷനും എല്ലാം വേണം. അതൊക്കെ ഹോർമോണൽ ഇഫക്റ്റ് കൊണ്ട് നമ്മുടെ ബോഡിയിൽ അപ്പോഴേ ഉണ്ടാവും, സ്ത്രീയുടെ ബോഡിയിൽ അപ്പം തന്നെ ഉണ്ട്. ഈ ബ്ലഡ് സർക്കുലേഷനല്ലേ, എന്തുമാത്രം ബ്ലഡാണ് ആ ഗർഭപാത്രത്തിലോട്ട്. അപ്പോൾ സ്ത്രീയുടെ ശരീരത്തിലെ നല്ലൊരു ശതമാനം ബ്ലഡ് അങ്ങ് ഗർഭപാത്രത്തിലോട്ടാണ് പിന്നെ പോകുന്നത്. അത് അത്രയും ഇതായിട്ടാണ് ബോഡിയിൽ ആ പ്രക്രിയ നടക്കുന്നത്, ഒരു കുഞ്ഞ് വളർന്നു വരും എന്നുള്ളത്. ഓക്കെ ഡോക്ടർ, അപ്പോൾ ആ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി അമ്മ, അതായത് പല ഭക്ഷണങ്ങളും കഴിക്കാൻ പാടില്ല, ഇപ്പോൾ പൈനാപ്പിൾ, പപ്പായ, ഇതുപോലെ പലതും കഴിച്ചുകൂടാന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നുണ്ട്. ചിലർ ഈ ശർക്കര കഴിച്ചുകൂടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു ഇനീഷ്യൽ ഫേസിലുള്ള ഈ ന്യൂട്രീഷനുമായിട്ട് ബന്ധപ്പെട്ട ഡൂസ് ആൻഡ് ഡോൺസ് എന്നുള്ളതൊന്ന് പറയാം. സത്യം പറഞ്ഞാൽ നമ്മൾ മനുഷ്യൻ കഴിക്കുന്ന എല്ലാ ആഹാരവും ഗർഭിണിക്കും കഴിക്കാവുന്നതാണ് എൻ്റെ ഒരു അനുഭവം, എക്സ്പീരിയൻസ് വെച്ചിട്ട്. ഞാൻ പേഷ്യൻസിനോടൊന്നും പൈനാപ്പിൾ കഴിക്കരുത്, പപ്പായ കഴിക്കരുതെന്നൊന്നും ഞാൻ പറയാനില്ല. അതൊരു നാട്ടിൻപുറത്തെ ഒരു വിശ്വാസമാണ്. എന്ന് പറഞ്ഞാൽ പണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലൊന്നും ഇല്ലല്ലോ, അങ്ങനെയൊന്നും ഇല്ലാത്തപ്പോൾ ഒരു ഗർഭിണി ഉണ്ടായിക്കഴിഞ്ഞാൽ അവൾ പൈനാപ്പിൾ കഴിക്കുന്ന ദിവസം ഒരു ബ്ലീഡിങ് ഉണ്ടായി അത് പൈനാപ്പിൾ കൊണ്ടാണെന്ന് പറയും. അതെ. പപ്പായ കഴിക്കുന്ന ദിവസം ഒരു ബ്ലീഡിങ് ഉണ്ടായ അതുകൊണ്ടാണെന്ന് പറയും. അതെ. പിന്നെ ഈ പപ്പായയുടെ കറ അതിലൊരു പച്ചയിലുള്ള പഴുത്ത് റൈപ്പായതല്ല, അതിന് മുമ്പുള്ള ആ കറ പണ്ട് അബോർട്ട് ചെയ്യാനായിട്ട് ഗർഭഛിദ്രത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. അതിനകത്തുള്ളൊരു പാപ്പൈൻ എന്ന് പറയുന്നൊരു എൻസൈം, അതങ്ങനെ അങ്ങനെ ഒരു ഇഫക്റ്റ് ഉണ്ട്. അല്ല പഴുത്ത പപ്പായ ശരിക്കും ഭയങ്കര ന്യൂട്രീഷ്യസ് ആണ്, അത് നല്ല റിച്ച് ഇൻ വൈറ്റമിൻസ്. ഞാൻ ഒന്ന് ഇടപെടുകയാണ്, ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് അനുപമ, തിരുവനന്തപുരത്ത്. ഓക്കെ അനുപമ, ഇന്നത്തെ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സ്ത്രീകളുടെ ആരോഗ്യവും അതിൽ പോഷകാഹാരത്തിന്റെ പ്രാധാന്യമാണ്. ഡോക്ടർ ലീലാമണിയുണ്ട്, സംസാരിച്ചോളൂ. ഹലോ, പറയും. ഡോക്ടർ, എനിക്കൊരു സംശയം ചോദിക്കാൻ വിളിച്ചതാണ്. അപ്പൊ എനിക്കിങ്ങനെ എപ്പോഴും ക്ഷീണവും മുടിയെല്ലാം കൊഴിയുന്നു. ഇതൊക്കെ പോഷകക്കുറവിന്റെ ലക്ഷണങ്ങളായിരിക്കുമോ? എങ്ങനെ തിരിച്ചറിയാൻ പറ്റും നമുക്ക്? എത്ര വയസ്സുള്ള ആളാണ്? എനിക്കിപ്പോ 27 വയസ്സ് കഴിഞ്ഞു. കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണോ? ഒരു മോളുണ്ട്. അത് പോഷകക്കുറവിന്റെ ലക്ഷണം ആവാം, പക്ഷെ കംപ്ലീറ്റ് നമ്മൾ അങ്ങനെ എടുക്കാൻ പറ്റൂല. വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നും കൂടെ. നമ്മൾ പോഷകക്കുറവെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് തന്നെ അറിയാമല്ലോ, നല്ല ഭക്ഷണമൊക്കെ കഴിക്കുന്ന ആളല്ലേ. ഭക്ഷണം കഴിക്കും. അപ്പം അതിനകത്ത് നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നത് തൈറോയിഡിൻ്റെ ഫങ്ഷൻ, വേറെ ചില ഗ്രന്ഥികളുടെ, വേറെ എന്തെങ്കിലും അസുഖം കൊണ്ടുള്ളതാണോ എന്ന് ആദ്യം തിട്ടപ്പെടുത്തണം. അങ്ങനെ പെട്ടെന്നുണ്ടായ ഒന്നാണെന്ന്. ഭയങ്കര ക്ഷീണം എന്ന് പറയുമ്പം ഉറക്കത്തിന് കുഴപ്പം വല്ലതും ഉണ്ടോ? രാത്രി വർക്ക് ചെയ്യുന്ന ആൾ വല്ലതും ഉണ്ടോ? അപ്പം ഇതിന് എന്തെങ്കിലും വേറെ കാരണം ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. ആദ്യം നമ്മൾക്ക് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ബ്ലഡിന്റെ കുറവുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. എത്ര ഉണ്ടെന്ന് അറിയാമോ ഹീമോഗ്ലോബിൻ? നോക്കിയില്ല, അവര് ഇങ്ങനെ കണ്ണ് കണ്ടപ്പോ ഒന്ന് ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ. കണ്ണ് കണ്ടാൽ. ഇപ്പൊ കുഞ്ഞ് എത്ര വയസ്സായി? മോക്ക് 5 വയസ്സായി. 5 വയസ്സായി. ഇപ്പം മാസമുറ വരുമ്പോ അധിക രക്തസ്രാവം വല്ലതും ഉള്ള ആളാണോ? അമിതമായി? പിന്നെ ഉള്ളത് നമുക്ക് രക്തക്കുറവ് ഉണ്ടാകാനുള്ള വേറൊരു കാരണം വിരയുടെ അസുഖമാണ്. വിരയ്ക്കുള്ള മരുന്നൊക്കെ കഴിക്കാറുണ്ടോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് കഴിക്കുന്നതുകൊണ്ട് ഒരു ദോഷമുള്ളതല്ല. ഒരു വിരയുടെ ഒരു മരുന്ന് കഴിക്കുക. പിന്നെ നമുക്കിങ്ങനെ ക്ഷീണമൊക്കെ ഉണ്ടാക്കുന്ന അവസ്ഥകൾ ഒന്ന് നമ്മുടെ തൈറോയ്ഡ് ഹോർമോണാണ്, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളാണ്. പിന്നെ ഉറക്കക്കുറവ് കൊണ്ടുണ്ടാവാം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ രക്തക്കുറവ് കൊണ്ടുണ്ടാവാം. രക്തക്കുറവ് സംശയിക്കുന്നുണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്ന് പറഞ്ഞാൽ അതിന് പല അളവുകളുണ്ട്. ചെറിയ രീതിയിലുള്ള വളർച്ചയുണ്ട്, സിവിയർ ആയിട്ടുള്ളതുണ്ട്. അപ്പം അങ്ങനെ വല്ലതാണെങ്കിൽ അത് കറക്റ്റ് ചെയ്താൽ മാത്രമേ ഇത് മാറുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണതെന്ന് നമ്മൾ ആദ്യം കാരണം കണ്ടുപിടിക്കണം. അത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആണെങ്കിൽ എളുപ്പമാണ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ. ആഹാരം കഴിച്ചാൽ മതി. ഓക്കെ അനുപമ, ഡോക്ടർ ഒരു കോളർ കൂടി വെയിറ്റിംഗ് ആണ്. ഹലോ, വെൽക്കം ടു കെയറിംഗ് ഹാൻഡ്സ്. ഇതാരാണ്? ഞാൻ എറണാകുളത്ത് നിന്ന് ജെൻസിയാണ്. ജെൻസി ഫ്രം എറണാകുളം. ജെൻസി, നമ്മുടെ ഇന്നത്തെ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ചോദിച്ചോളൂ, ഡോക്ടറോട് സംസാരിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം, പറയൂ. ഞാനേ എന്റെ മകൾക്ക് വേണ്ടി വിളിച്ചതാണ്. ചോദിച്ചോളൂ. മോൾക്ക്
മോള് ഒരു തുണിക്കടയിൽ ജോലിക്ക് പോകണ്ട്. അപ്പം ഇപ്പൊ എന്ന് പറഞ്ഞാല് അവൾക്ക് ഭയങ്കര നടുവേദനയുമാണ്, പിന്നെ ഭക്ഷണം കഴിക്കണില്ല, ഉറക്കക്കുറവുണ്ട്, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് അവക്ക്. പിന്നെ ഭയങ്കര തലവേദന അങ്ങനെയുള്ള ഇതൊക്കെയാണ്. അപ്പൊ കൂടുതൽ ഇപ്പൊ ഉള്ളതെന്ന് പറഞ്ഞാല് ഉറക്കക്കുറവും ഭക്ഷണം കഴിക്കല് ഇപ്പൊ ഇല്ല. അതാണിപ്പൊ മെയിൻ. തുണിക്കടയിലെ ജോലിക്ക് ഇഷ്ടക്കുറവ് വല്ലതും ഉണ്ടോ? ഇഷ്ടത്തോടെയാണല്ലോ പോകുന്നത്. ഇഷ്ടത്തോടെയാണ്. പിന്നെന്ന് പറഞ്ഞാല് അതൊരു ഹോൾസെയിൽ കടയാണ്. അപ്പം ചില ഈ വിഷു, ക്രിസ്മസ് അങ്ങനെയുള്ള സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും. അപ്പൊ ഒരു റെസ്റ്റ് ഇല്ലാത്ത ഇതാണ്. അപ്പൊ വീട്ടിൽ വന്നു കഴിയുമ്പോഴാണ് കുറച്ചു നേരം ഇരിക്കാനും കിടക്കാനൊക്കെ പറ്റണത്. അപ്പൊ അതുകൊണ്ട് ഉള്ള ഒരു ബുദ്ധിമുട്ടുള്ളു. അപ്പൊ ജോലിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാൻ പറഞ്ഞു. അതിപ്പോ നമ്മൾ ഈ ജോലിയല്ല, ഏത് ജോലിയായാലും അങ്ങനെയാണ്. നമുക്ക് ചില സമയങ്ങളിൽ തിരക്ക് വരും, നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. പിന്നുള്ളത് വെള്ളം കുടിക്കുന്നു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം കുടിക്കാൻ പുറകോട്ടാണ്. അത് വെള്ളം കുടിക്കാൻ കുറയാൻ പാടില്ല. വെള്ളം കുടിക്കാനൊന്നും നമുക്ക് അതൊക്കെ നമ്മൾ പർപ്പസ് അല്ലെങ്കിൽ നമ്മൾ തന്നെ ശ്രമിച്ചത് ചെയ്താലേ പറ്റുള്ളൂ. ആഹാരം കുറച്ച് ലേറ്റായിട്ടൊക്കെ കഴിച്ചാലും വെള്ളം ധാരാളം കുടിക്കാൻ പറയണം. അത് ഭയങ്കര പ്രധാനമാണ്. വെള്ളത്തിന്റെ കുറച്ച് എന്തായാലും ചോറ് കുറച്ച് എന്തെങ്കിലും ഒരു പിടി 2 പിടി തിന്നു കഴിയുമ്പോ അവർക്ക് അത് മടുപ്പാണ്. എത്ര വയസ്സുണ്ട്? 30 വയസ്സുണ്ട്. 30 വയസ്സുണ്ട്. അവിടെ ഇനി ഒരുപാട് നമ്മുടെ ഈ ചായ കാപ്പിയൊക്കെ കൂടുതൽ കുടിക്കുന്നുണ്ടോ? ചായ രാവിലെ ചായ കുടിച്ചാല് എന്താ ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 1/4 ഗ്ലാസ് കുടിക്കും. അതിൽ കൂടുതൽ കുടിക്കാറില്ല. അതിപ്പം സ്വയമേ തന്നെ അതിനോട് മനസ്സ് വെച്ച് ആഹാരം കഴിച്ചാലേ പറ്റുള്ളൂ. അപ്പം ശരിക്കും ആഹാരം കഴിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണെങ്കിൽ അത് ആഹാരം കഴിച്ച് തന്നെ അത് മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പം ജോലിയുടെ തിരക്കെന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. ഇപ്പോൾ സ്ത്രീകൾ ജോലി ചെയ്യുമ്പം ജോലി തിരക്കെന്നുള്ളത് സ്ത്രീകളല്ല ആര് ജോലി ചെയ്താലും. ഇപ്പം അതൊന്നും നമുക്ക് അപ്പോൾ ഒരു കടയിലെ ഒരു സാഹചര്യമൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. മാറ്റാൻ പറ്റുന്ന നമ്മുടെ സാഹചര്യങ്ങളാണ്. അപ്പോൾ ഈ വെള്ളം നല്ലവണ്ണം കുടിക്കാൻ പറയുക. പിന്നെ ഇപ്പം കുറേ നേരം ഇരുന്ന് ആഹാരം കഴിക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ പറയണം. ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ പറയുക. പിന്നെ ഉറക്കം വീട്ടിൽ വരുമ്പോൾ എന്താണ് ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം? അപ്പം അതാണ് ഇങ്ങനെ ജോലിയുടെ ബുദ്ധിമുട്ടും പുള്ളിക്കാരത്തിക്ക് ശരീരവേദന, നടുവേദനയാണ് മെയിൻ. നടുവേദനയൊക്കെ ഇപ്പോൾ ഒരുപാട് സമയം നിൽക്കുമ്പോൾ എല്ലാവർക്കും ഉള്ളത്. കുറച്ച് നമ്മൾ വർക്കുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ. പിന്നെ അതിൽ കൂടെ നല്ല ആഹാരം, ഫ്രൂട്ട്സൊക്കെ കഴിക്കൂലേ? ഫ്രൂട്ട്സൊക്കെ കഴിക്കുക. ഇടയ്ക്ക് എന്തെങ്കിലും സ്നാക്സ് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതൊക്കെ ഉള്ളു. പിന്നെ അല്ലാതെ പിന്നെ നമ്മൾ ടെസ്റ്റുകളെന്ന് പറയുന്നത് ഈ നടുവേദന, ക്ഷീണമൊക്കെ ഉള്ളപ്പോൾ തൈറോയിഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. രക്തക്കുറവുണ്ടോ എന്നുള്ളതൊന്ന് നോക്കാം. അത് മതിയാവും. പിന്നെ കുറച്ച് എല്ലാ ദിവസവും പോണോ? സൺഡേ അവധിയില്ലേ? കുറച്ചൊക്കെ അപ്പൊ കുറച്ചു നേരം വെയിലൊക്കെ കൊള്ളാൻ പറയണം. വെയിലൊക്കെ കൊള്ളാനും കുറച്ചൊക്കെ നടക്കുകയൊക്കെ ചെയ്യാൻ പറയണം. ശരി. ഓക്കെ ചേച്ചി, താങ്ക്സ് ഫോർ കോളിംഗ്. താങ്ക് യു. അപ്പോൾ ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഒരു ഫീറ്റസിന് എന്തൊക്കെ വേണം എന്നുള്ളതായിരുന്നു. പിന്നെ നമുക്ക് ബേബി സ്റ്റേജിലേക്ക്, പ്രസവം ശേഷം കുഞ്ഞായി വന്നതിന് ശേഷമുള്ള അവസ്ഥ എങ്ങനെയാണ്, അതിന് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്? നമ്മൾ പറയുന്നത് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ആദ്യത്തെ റൈറ്റ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് മിൽക്കാണ്. അവിടെയും കുഞ്ഞിൻ്റെ റൈറ്റാണ് വരുന്നത്. ബ്രസ്റ്റ് മിൽക്ക് റൈറ്റ് ഓഫ് ദ ബേബിയാണ്. അപ്പം നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണമെന്നുള്ളതാണ്. അത് നമ്മൾ ശരിക്കും മനുഷ്യൻ്റെ ശരീരപ്രകൃതിയിൽ ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കുഞ്ഞ് പുറത്ത് വരുമ്പോൾ റെഡിയാക്കി വെച്ചേക്കാണ് ബ്രസ്റ്റ് മിൽക്ക്. അത് എത്ര കുഞ്ഞ് പുറത്ത് വന്നാലും അത് എത്ര പെട്ടെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും അതനുസരിച്ച് അത്രയും പെട്ടെന്ന് കൊടുക്കണം. ഇപ്പോഴൊക്കെ ഒരു താമസവും വരാറില്ല. കുഞ്ഞ് പുറത്ത് വന്നാൽ എന്നെ തുടച്ച് വൃത്തിയാക്കിയാൽ ഉടനെ നമ്മൾ ചെയ്യുന്നത് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുക. അത് അമ്മയുടെ ആരോഗ്യത്തിന് നല്ലതാണ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അപ്പോൾ തന്നെ ബ്രസ്റ്റ് മിൽക്ക് നമ്മൾ കൊടുക്കും. അപ്പോൾ അത് കുഞ്ഞിൻ്റെ റൈറ്റാണ്. ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അതൊരു ഫുൾ അമൃത് തന്നെയാണ്. അതിനകത്ത് എല്ലാം ഉണ്ട്. കുഞ്ഞിന് ആവശ്യമായ കുഞ്ഞിനെ ന്യൂട്രീഷനെ പറ്റി വേറെ ഒന്നും ആലോചിക്കേണ്ട ആദ്യത്തെ 6 മാസം. പക്ഷെ അമ്മയ്ക്ക് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാവാനും അത് കൊടുക്കാനുമുള്ള താല്പര്യം വേണമെന്നുള്ളതാണ്.
ബ്രസ്റ്റ് മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആദ്യ ദിവസങ്ങളിലാണ് അതിനുള്ള സ്റ്റിമുലേഷൻ, അല്ലെങ്കിൽ അത് നമ്മുടെ തലച്ചോറാണ് തീരുമാനിക്കുന്നത് എത്ര മിൽക്ക് ഉണ്ടാക്കണം. അതിനുള്ള നമ്മുടെ ഒരു സിഗ്നൽ കൊടുക്കുന്നത് കുഞ്ഞ് മുലക്കണ്ണിൽ വലിക്കുമ്പോഴാണ്. അപ്പോൾ ആദ്യ ദിവസങ്ങളിൽ എത്ര ഇൻട്രസ്റ്റോടെ മുലപ്പാൽ കുടിപ്പിക്കുന്നു അത്രയും പാല് അമ്മയ്ക്കുണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് അമ്മ ആഹാരം കഴിക്കും. അയണ് കാൽസ്യം ഒക്കെ ചേർന്ന് നിറച്ച് ആഹാരം കഴിക്കണം, അല്ലെങ്കിൽ സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുക. അയൺ കാൽസ്യം ഒക്കെ ധാരാളം വെള്ളവും കുടിച്ചു കഴിഞ്ഞാൽ ശരിക്കും ആദ്യത്തെ 6 മാസം കുഞ്ഞിന് മുലപ്പാൽ മാത്രം കൊടുത്ത് വളർത്താൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അതിന് ശേഷമാണ് മറ്റ് ആഹാരങ്ങളുടെ ആവശ്യം വരുന്നത്. പിന്നെ ചുരുക്കം ചില അമ്മമാർക്ക് പാല് കുറവായിരിക്കും. കുഞ്ഞ് മലമൂത്ര വിസർജനം കറക്റ്റായിട്ട് നടത്തുന്നുണ്ടെങ്കിൽ അതിന് പാല് കിട്ടുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ വേറൊരു ഇത് നോക്കുന്നത് കുഞ്ഞിൻ്റെ വെയിറ്റ് ഗെയിനാണ്. ഒരു 5 മാസം ആകുമ്പം കുഞ്ഞ് ജനിച്ച വെയിറ്റിൻ്റെ ഇരട്ടിയായിട്ടുണ്ടെങ്കിൽ അതിന് ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ ഡോക്ടർ, ഇപ്പം നമ്മൾ ഈ ഇതുവരെ സംസാരിച്ചാൽ ഇപ്പോൾ ഒരു കുഞ്ഞെന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് ബോയ് ആണോ ഗേൾ ആണോ എന്നുള്ള ഡിഫറൻസിയേഷൻ ഒന്നും വരുന്നില്ല. പക്ഷേ ഡോക്ടർ, ഇനി ഇത് കഴിഞ്ഞിട്ട് പിന്നീടുള്ളൊരു ഗ്രോത്തിൻ്റെ സ്റ്റേജസിൽ തീർച്ചയായും അവിടെ എനിക്ക് തോന്നുന്നു ഈ പെൺകുട്ടികൾ ആൺകുട്ടികൾക്ക് വേണ്ട പോഷകാഹാരം അതിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ കാലറിയിലൊക്കെ ചെറിയ ചെറിയ ഡിഫറൻസസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആൺകുട്ടികൾക്ക് കുറച്ച് ആക്ടിവിറ്റി കൂടുതലാണ്, അതുപോലെ തന്നെ അവർ ഫുഡ് കഴിക്കുന്നതും കൂടുതലായിരിക്കും. പെൺകുട്ടികളാണ് പുറകിൽ മാറി നിൽക്കുന്നത്, ഫുഡ് കഴിക്കാൻ മടിയായിട്ട് മാറി നിൽക്കുന്നത്. ആൺകുട്ടികൾ ബ്രസ്റ്റ് ഫീഡിങ് ആയാലും മിക്കവാറും ആൺകുട്ടികൾ നല്ലവണ്ണം ഫീഡ് ചെയ്യും, പെൺകുട്ടികൾക്കാണ് കുറച്ചൊരു മടി വരുന്നത്. പക്ഷെ അവർക്ക് അത്രയും മതിയാവും ശരിക്കും പറഞ്ഞാൽ അവരുടെ ആക്ടിവിറ്റിയൊക്കെ വെച്ചിട്ട്. പിന്നെ ഈ കുഞ്ഞുങ്ങൾ വളർന്ന് വരുമ്പോൾ ഒരു 10 വയസ്സ് വരെയൊക്കെ ഏകദേശം ഒരുപോലൊക്കെ തന്നെ പോവും. അത് കഴിയുമ്പോഴുള്ള ആ ഗ്രോത്ത് സ്പേർട്ട് അല്ലെങ്കിൽ പെട്ടെന്നുള്ള അഡോളസൻ്റ് ഏജിലെ വളർച്ച 2 സെക്സിൽ ആണിലാണെങ്കിലും പെണ്ണിലാണെങ്കിലും കൂടുതൽ ആഹാരം വേണം, കൂടുതൽ പോഷകങ്ങൾ വേണം, എല്ലാവർക്കും കൂടുതൽ ആവശ്യമുള്ളൂ. എന്ന് പറഞ്ഞാൽ അവരുടെ സ്റ്റേച്ചർ, അവരെത്ര വെയിറ്റ് വയ്ക്കണം, അവരെത്ര ഹൈറ്റ് വയ്ക്കണം, ഇതൊക്കെ നിശ്ചയിക്കുന്നത് ഈ സമയത്തെ ഫുഡിലൂടെ. അപ്പോൾ ആ സമയത്ത് നല്ല ന്യൂട്രീഷൻ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നാൽ അവർക്കത് വലിയ ഇമ്പാക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അവരുടെ വളർച്ചയും ബാധിക്കും. അപ്പോൾ ആ സമയത്ത് നല്ല ന്യൂട്രീഷൻ, എല്ലാ പോഷകങ്ങളും നമ്മളിപ്പോൾ എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റ് വേണം, പ്രോട്ടീൻ വേണം, ഫാറ്റ് വേണം, ഫൈബർ വേണം, വൈറ്റമിൻസ് വേണം, മിനറൽസ് വേണം, ഇഷ്ടം പോലെ വെള്ളവും കുടിക്കും. ഈ വെള്ളം എന്നുള്ളത് ഒരു ഏജിലും മാറ്റി വയ്ക്കാൻ പറ്റുന്നതല്ല. ചെറിയ ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നത് വരെ ശരിക്കും പറഞ്ഞാൽ വെള്ളം അത്ര ഇമ്പോർട്ടൻ്റ് ഒരു സാധനമാണ്. ഇപ്പോൾ നമ്മുടെ ഒരു കേരളം അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് വെള്ളത്തിന് അത്ര വലിയ ക്ഷാമമൊന്നും ഇല്ല. ക്ഷാമമുള്ള സ്ഥലങ്ങൾ ചുരുക്കം ഉണ്ടെങ്കിൽ പോലും നമുക്ക് അവൈലബിൾ ആണ് ഡ്രിങ്കിങ് വാട്ടർ. അപ്പോൾ വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ന്യൂട്രീഷൻ്റെ മാത്രമല്ല, നമ്മുടെ ബോഡിയിലെ വേസ്റ്റ് കളയണമെങ്കിൽ വെള്ളം അങ്ങോട്ട് ചെല്ലണം. ആവശ്യമില്ലാത്ത സാധനങ്ങൾ പുറത്ത് പോകണമെങ്കിൽ അതാണ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന സാധനം. അപ്പോൾ അത് വെള്ളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ, ഞാൻ ഒരു സംശയം ചോദിക്കുന്നത്, ഈ ഓരോ പ്രായത്തിലും നമുക്കൊരു ഐഡിയൽ ഹൈറ്റ് വെയിറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? കാരണം ഇപ്പോൾ ഈ കുഞ്ഞ് ജനിച്ച ഉടനെ എത്ര വെയിറ്റ് ആണ് അതിന് ഐഡിയൽ ആയിട്ടുള്ളത്, ഓരോ സ്റ്റേജ്, അത് ഗ്രോത്ത് വൈസ് ഒന്ന് പറയാമോ? ഗ്രോത്ത് വൈസ് എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോഴുള്ള വെയിറ്റിൻ്റെ ഡബിൾ ചെയ്യുന്ന 5 മാസം ആകുമ്പോഴാണ്. ഓക്കെ. അത് 3 ഇരട്ടിയാകുന്നത് 1 വയസ്സാകും, 5 ഇരട്ടിയാകുമ്പോൾ 2 വയസ്സാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാവർക്കും അതുപോലെ തന്നെ പോകുന്നത്. ആ രീതിയിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. പിന്നെ ഉള്ള വെയിറ്റിലൊക്കെ കുറച്ചൊക്കെ നമ്മുടെ ആ കുടുംബത്തിലെ അച്ഛൻ്റെ അമ്മയുടെ ഇതൊക്കെ അനുസരിച്ച് കുറച്ച് വ്യത്യാസങ്ങൾ വരും. പിന്നെ അതുപോലെ തന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മളതിനൊരു കാൽക്കുലേഷനുണ്ട്. നമ്മുടെ ഏജിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 8 കൂട്ടണം, 2 age + 8 എന്നുള്ള ആ രീതിയിലാണ് നമ്മൾ ഹൈറ്റ് കാൽക്കുലേറ്റ്. ബോഡി മാസ് ഇൻഡെക്സിൻ്റെ അല്ലേ? ഇത് ഹൈറ്റ് മാത്രം നോക്കണം ആ രീതിയിൽ. ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെ അമ്മയുടെ ഹൈറ്റ് അനുസരിച്ചൊക്കെ കുറേ വ്യത്യാസം വരും. അവരുടെ ജനിതകമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് വ്യത്യാസം വരും. പിന്നെ നമുക്കൊരു കുട്ടിയെ കാണുമ്പോൾ തന്നെ അറിയാം അവന് ഹൈറ്റ് കുറവാണ്, ഒരു ഏജിൽ എത്രയാണെന്നുള്ളത് നമുക്ക് അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം അത് നോക്കുന്നുണ്ട്. നമ്മൾ പീഡിയാട്രീഷ്യൻസൊക്കെ അത് കറക്റ്റായിട്ട് കുഞ്ഞുങ്ങൾ ഹൈറ്റ് വയ്ക്കുന്നു, വെയിറ്റ് വയ്ക്കുന്നു, ഇതെല്ലാം പലപ്പോഴും അവർ തന്നെ കണ്ടുപിടിച്ചുകൊണ്ട് വരും. വീട്ടിലെ അമ്മയും അച്ഛനും തന്നെ ഇവനൊട്ടും പൊക്കം വയ്ക്കുന്നില്ല അല്ലെങ്കിൽ കുഞ്ഞ് പൊക്കം വയ്ക്കുന്നില്ല എന്ന് പറഞ്ഞ് അവർ കൊണ്ടുവരാറുണ്ട്. ഡോക്ടർ, ഈ സാധാരണ പറഞ്ഞു കേട്ടിട്ടുള്ളത് അച്ഛൻ്റെയും അമ്മയുടെയും ഹൈറ്റിൻ്റെ ഒക്കെ ഒരു ആവറേജ് ആയിരിക്കും കുട്ടികൾക്ക് വരുന്നത് എന്നുള്ളതാണ്. പക്ഷെ ചില കേസുകളിൽ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ
അച്ഛന് നല്ല ഹൈറ്റ് ഉണ്ടാവും, അമ്മയ്ക്ക് തീരെ പൊക്കം കുറവാണെങ്കിലും മക്കള് ചിലപ്പോൾ പൊക്കം കുറഞ്ഞ കുഞ്ഞുങ്ങൾ അത് ഒരു ജനറേഷൻ മാത്രം വെച്ചല്ല വരുന്നത്, പുറകിലോട്ടുള്ള ജനറേഷൻസിലെ വ്യത്യാസം. പിന്നുള്ളത് ഇപ്പോഴത്തെ മിക്കവാറും നമ്മുടെ വീടുകളിലെല്ലാം നോക്കിയാൽ അറിയാം, പിള്ളേർ അച്ഛൻ്റെ അമ്മയെക്കാളും കൂടുതൽ ഹൈറ്റ് വയ്ക്കുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ആ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഒക്കെ കൂടിയതിൻ്റെ. അവരൊക്കെ കൊച്ചായിരുന്നപ്പോൾ ഇത്രയും ഒരു കെയറൊന്നും കിട്ടിക്കാണില്ല, അതിനേക്കാളും നല്ല കെയർ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം എല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാലുക്കളാണ്. ഓക്കെ ഡോക്ടർ, നമ്മൾ ഈ ബേബിയുടെ വരെ സ്റ്റേജ് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഡോക്ടർ ഈ ഒരു പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഒരു ഹെൽത്ത് ഭയങ്കര ക്രൂഷ്യലാണല്ലോ, ശ്രദ്ധിക്കണം. എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതും ഈ ചർച്ചയിൽ ആ സ്റ്റേജ് മുതലാണ്. അപ്പോൾ ഒന്ന് അതിനെക്കുറിച്ചൊന്ന്. ഇപ്പം പ്യൂബർട്ടിയിൽ പറയുമ്പം ഇപ്പം നമ്മുടെ ഇന്നത്തെ സിറ്റുവേഷനിൽ കണ്ടുവരുന്നത്, പണ്ടൊക്കെ അണ്ടർ ന്യൂട്രീഷനായിരുന്നു, ആഹാരം കുറഞ്ഞു പോയിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ ഇന്ന് ഓവർ ന്യൂട്രീഷൻ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. ഓവർ ന്യൂട്രീഷൻ എന്ന് പറയുമ്പം പണ്ടത്തെ ഒരു സാഹചര്യം അനുസരിച്ചുള്ള ഒരു ലൈഫ് സ്റ്റൈലല്ല ഇന്ന്. അതെ, പണ്ടാണെങ്കിൽ ഒരു അഡോളസൻ്റൊക്കെ ആകുമ്പം ഭയങ്കര ഒരു ആക്റ്റീവാണ്. ഇന്നിപ്പം ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ചും പെൺകുട്ടികൾ ആ സമയത്താണ് അവർക്ക് ഗ്രോത്ത് സ്പേർട്ട് വരുന്നത്, അപ്പോഴാണ് അവർ മെച്ചുറാകുന്നത്, അല്ലെങ്കിൽ മെനാർക്കി അറ്റൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ കൊടുക്കുന്ന കെയർ എല്ലാ വീടുകളിലും നല്ലതായിട്ട് തന്നെ ചെയ്യുന്നുണ്ടെന്നാണ്, ഒരു സാധാരണ വീടുകളിലെല്ലാം തന്നെ കൊടുക്കുന്നുണ്ട്. അതിൽ കൂടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം അവരുടെ ആക്ടിവിറ്റിയും സെഡൻറ്ററി ലൈഫാണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഫുഡ് മാത്രം പോരാ, അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് എക്സർസൈസും പുറം ലോകവുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ഇതെല്ലാം വേണം. ഇന്നിപ്പം നമ്മുടെ ഈ മൊബൈൽ യുഗമൊക്കെ വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒതുങ്ങിക്കൂടി. ടി വി ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പിള്ളേർ പുറത്ത് കളിക്കുന്നൊന്നും കാണാൻ വയ്യ. പിന്നെ നമ്മുടെ സാഹചര്യമുണ്ട്, ഇപ്പോൾ ഏതെങ്കിലും കുട്ടികളെ ഒറ്റയ്ക്ക് പെൺകുട്ടികളെ പുറത്ത് വിടാവുന്ന സാഹചര്യം അല്ല നമ്മുടെ നാടുകളിലുള്ളത്. അതും ഒരു ഭയങ്കര ഇതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, എങ്ങനെയും വീട്ടിൽ പിടിച്ചിരുത്താമെന്നോ. പണ്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഒരു ഒബീസിറ്റി ആയിട്ടൊക്കെ കുട്ടികളെ കൊണ്ടുവരാറുണ്ട്. അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് ശരിക്കും സൈക്ലിംഗ് അറിയാം, സൈക്ലിംഗ് നല്ല എക്സർസൈസാണ്, സൈക്ലിംഗ് അറിയാം, സൈക്കിളുണ്ട്, പക്ഷേ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങളിൽ വന്ന വ്യത്യാസങ്ങൾ ഇന്ന് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെ വളരെ ദോഷമായിട്ട് ബാധിക്കുന്നു. പിന്നെ ഈ അഡോളസെൻറ്റിൽ മെനാർക്കി വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, മെനാർക്കിയിൽ പലർക്കും മെനിസ്ട്രൽ പ്രോബ്ലംസ് വരാറുണ്ട്. മെനിസ്ട്രൽ പ്രോബ്ലം പലപ്പോഴും അത് പുറത്ത് പറയാതെ വെച്ച് ഭയങ്കര വളർച്ചയിലേക്കും അത് സംബന്ധിച്ച അസുഖങ്ങളിലേക്കും മാറാറുണ്ട്. പിന്നെ മെനിസ്ട്രൽ ഹൈജീൻ ഇല്ലാത്തതുകൊണ്ട് വരുന്നത് ഈ രണ്ട് കാര്യങ്ങൾ, മെനിസ്ട്രൽ ഹൈജീനും മെനിസ്ട്രൽ ബ്ലഡ് ലോസ് അമിതമല്ല എന്ന് നമ്മൾ തിട്ടപ്പെടുത്തണം. പിന്നെ ആ സമയത്താണ് ഈ ഒബീസിറ്റി അത്രയും വരുന്നത്. എന്ന് പറഞ്ഞാൽ അമ്മമാർ വിചാരിക്കും നല്ല ആഹാരം കൊടുക്കണം, നന്നായിരിക്കണം, അപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ്, നല്ല ആരോഗ്യം. പക്ഷെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് മാത്രം കൂടിയിട്ട് കാര്യമില്ല. അതെ, ഇപ്പോൾ ഹെൽത്ത് എന്ന് പറയുന്നത് വെയിറ്റ് കൂടി നമ്മുടെ BMI ഒക്കെ കൂടി ഭയങ്കര ഒബീസിറ്റി പോയി അത് തന്നെ ഒരു ആരോഗ്യ പ്രശ്നമായിട്ട് മാറും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഡോക്ടർ, ഈ മെനാർക്കിയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത്, ഡോക്ടർ, നമ്മുടെ പ്രീവിയസ് ജനറേഷൻസ് ഒക്കെ പലപ്പോഴും പറയുന്ന കേട്ടിട്ടുണ്ട്, ഒരു 16-17 വയസ്സൊക്കെ ആയിട്ടാണ് ആദ്യമായിട്ട് മെൻസ്ട്രേഷനിലേക്കൊക്കെ പോകുന്നത്. പക്ഷേ നമ്മുടെ ഒരു ജനറേഷനിലേക്ക് എത്തിയപ്പം ഒരു ആസ് ഏർലി ആസ് ഒരു 12-13 ആ ഒരു ഏജ് ഗ്രൂപ്പിലേക്ക് അത് അഡ്വാൻസ് ചെയ്തു. ഇപ്പോൾ 8 വയസ്സിലും 9 വയസ്സിലും പോലും വളരെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അത് ഈ ലൈഫ് സ്റ്റൈലിൽ വന്ന ചേഞ്ചസ് ആണ്, ഫുഡ് ഹാബിറ്റ്സിൽ വന്ന ചേഞ്ചസ്. അതൊക്കെ കൊണ്ടിട്ട് നേരത്തെ അങ്ങ് ഓറിയുന്ന ഹോർമോണെല്ലാം വന്ന് നേരത്തെ മെച്യൂരിറ്റി വരികയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ മെഡിസിനൊക്കെ പഠിക്കുന്ന സമയത്ത് 10 വയസ്സിലൊക്കെ ആരെങ്കിലും മെനാർക്കി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ അതിശയമാണ്, ഇത്രയും പെട്ടെന്ന് വന്നു, പ്രിമച്ചറായിട്ട് മെനാർക്കി ആയോ എന്നൊക്കെ നമ്മൾ വിചാരിക്കുമായിരുന്നു. പക്ഷേ ഇന്നതൊരു കോമൺ സംഭവമാണ്. അത് ഈ ലൈഫ് സ്റ്റൈലിൽ വന്ന ചേഞ്ചസ് തന്നെയാണ്. പക്ഷെ ഒരു ഹെൽത്തി ഗേൾ എന്ന് പറയുന്നത് ഒരു ഏത് ഏജിലാണ് ഐഡിയൽ, ഏറ്റവും നല്ലത്? അതൊരു 12 വയസ്സൊക്കെ എങ്കിലും വേണം എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ മറ്റത് അൺഹെൽത്തി എന്ന് നമുക്ക് പറയാൻ വയ്യ. അവർക്ക് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ ഇതിനകത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഈ മെനാർക്കി വന്നു കഴിയുമ്പോൾ പിന്നെ ഓവുലേഷനും വരും. ഈ നമ്മുടെ ഓവറിയിലേക്ക് അണ്ടങ്ങളുടെ എണ്ണങ്ങളൊക്കെ നേരത്തെ ഡിറ്റർമിൻഡ് ആണ്, എത്ര ഉണ്ടെന്ന്. നേരത്തെ ഇതൊക്കെ വരുമ്പോൾ നേരത്തെ അതുപോലെ അണ്ടത്തിൻ്റെ എണ്ണം കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. മെനോപോസും ഏർലി ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഹോർമോൺ പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.
ഇപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഫോർമുല വെച്ചിട്ട് ഒരു 10 വയസ്സായ കുട്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 28-30 കിലോയാണ്. ഇപ്പം ഒരു 10 വയസ്സുകാരെയും നമ്മൾ 30 കിലോയിലൊന്നും കാണാറില്ല. നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഓർത്ത് കഴിഞ്ഞാൽ അന്നൊക്കെ കോളേജ് സ്റ്റുഡൻസിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 45-50. അതെ. ഇപ്പോൾ 70 കിലോ ഇല്ലാത്ത കോളേജ് സ്റ്റുഡൻസ് ഇല്ല. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഡോക്ടർ, ഞാൻ ഒരു ഡൗട്ട്, ഡോക്ടർ പറഞ്ഞ പോലെ ഒരു 13-14 വയസ്സ് അല്ലെങ്കിൽ 12 വയസ്സിന് ശേഷമാണ് ഐഡിയൽ എന്ന് നമുക്ക് പറയാവുന്നത്. അപ്പോൾ അമ്മമാർ എപ്പോഴും ഈ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുന്നതിൽ ഓവർ എന്തൂസിയാസം കാണിക്കുന്ന, അല്ലെങ്കിൽ പലപ്പോഴും ജങ്ക് ഫുഡാണെങ്കിലും അത് ഫുഡല്ലേ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന, എങ്ങനെയായിരിക്കണം ഒരു പെൺകുട്ടി വളർന്നു വരുന്ന ഒരു സ്റ്റേജിൽ അതിൻ്റെ ഒരു ഫുഡ് പാറ്റേൺ? അല്ല, അതിനകത്ത് ഒന്ന് നമ്മൾ ശീലിപ്പിക്കേണ്ടത് കുഞ്ഞുങ്ങളെ നമ്മളുടെ ലോക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള എഡിബിൾ സാധനങ്ങളെല്ലാം കഴിച്ച് പഠിപ്പിക്കണമെന്നുള്ള. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രിഫറൻസ് നമ്മുടെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ ഓർമ്മയിലുള്ളതെന്ന് പറഞ്ഞാൽ സാറ്റർഡേ എന്ന് പറഞ്ഞാൽ അന്ന് നിർബന്ധമായിട്ടും വീട്ടിൽ ചീര ഉണ്ടാക്കുന്ന ദിവസമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരും വീട്ടിൽ കാണും. ചീര നമ്മുടെ വളപ്പിൽ തന്നെ കാണും. അപ്പോൾ നമ്മളത് വയ്ക്കും, ഫ്രഷായിട്ട് എടുത്ത് അത് പ്രിപ്പയർ ചെയ്ത് കഴിക്കുക എന്നുള്ളത്. ഇന്നിപ്പോൾ അത് നടക്കും? ഇന്നിപ്പോൾ അത് നടക്കില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്കൊന്നും ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല. അവരൊന്നും കഴിക്കാതെ പോകും. ഇന്ന് ഇതാണ് എങ്കിൽ പിന്നെ ഞാൻ കഴിക്കുന്നില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ചൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇടയ്ക്കൊരു സമയത്ത് ഫുൾ ഫാസ്റ്റ് ഫുഡും അത് മാത്രമേ കഴിക്കുകയുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഒരുപാട് ഒബീസിറ്റിയും ശരിക്കും പറഞ്ഞാൽ ഈ മെൻസ്ട്രൽ പ്രോബ്ലംസ് ഉള്ള കുട്ടികൾ തന്നെ ഒരുപാടുണ്ടായി. ഇപ്പം അത് കുറഞ്ഞു വരുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ ആൾക്കാർ കുറച്ചും കൂടെ അവെയറായി. നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് തടി വയ്ക്കുന്നത് മാത്രമല്ല എന്നുള്ളതും, അതിനകത്ത് അമിതവണ്ണമൊക്കെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ലേറ്റർ ഇൻ ലൈഫ് ഉണ്ടാക്കും എന്നുള്ളതും ആൾക്കാരിപ്പോൾ ഒത്തിരി മനസ്സിലാക്കി. എനിക്കൊന്ന് ഹോംലി ഫുഡിലോട്ട് ഒരുപാട് പേര്, അത് പ്രത്യേകിച്ച് നമ്മുടെ കോവിഡ് കാലമൊക്കെ വന്നപ്പം ഹോംലി ഫുഡിലോട്ട് പോയപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ ആൾക്കാർക്ക് മനസ്സിലായി. ഡോക്ടർ, ഈ കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചിക്കൻ എന്ന് പറയുന്നത്. നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത് ബ്രോയിലർ ചിക്കനാണ്. ഡോക്ടർ പറഞ്ഞ പണ്ട് ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ ഒരു വീട്ടിൽ വെച്ചിരുന്ന സാധനം ഇപ്പോൾ ഡെയിലി മെനുവിൻ്റെ ഭാഗമാണ്. അത് എത്രത്തോളം നമ്മളൊരു എങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രീറ്റ് ചെയ്ത് പോകേണ്ടത്, ആ കഴിക്കുന്ന ഹാബിറ്റ് എന്നുള്ളതൊന്ന് പറയാം? അല്ല, ചിക്കൻ കഴിക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാ ഫുഡും കഴിക്കാം. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കഴിക്കുമ്പം ഈ പറഞ്ഞതിൻ്റെ കൂടെ എക്സർസൈസും ബാക്കി കാര്യങ്ങളും എല്ലാം അതിൻ്റെ കൂടെ വരണം. പിന്നെ ഈ ചിക്കൻ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഫൈബറുള്ള എന്തെങ്കിലും പച്ചക്കറിയൊക്കെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും വരില്ല. ബാലൻസ് ചെയ്ത് പോകും. ഇതെന്ന് പറഞ്ഞാൽ വെറും ചിക്കൻ മാത്രം, അത് ഫ്രൈഡ് മാത്രം, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ എല്ലാം വരണം. ഈ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ വീടുകളിൽ നമ്മൾ സീരിയൽ ബേസ്ഡ് ആണല്ലോ. കുറേ ചോറും വാരി വെച്ചിട്ട് അതിൽ ചിക്കൻ മാത്രം വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ അതൊരു അൺഹെൽത്തി ഡയറ്റാണ്. ഒരു നല്ല ഇപ്പം എന്ന് പറഞ്ഞാൽ ചിക്കൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതുപോലെ ചോറും ഉണ്ടെങ്കിൽ ചോറങ്ങ് ഇഷ്ടം പോലെ കഴിക്കും, അല്ലെങ്കിൽ പൊറോട്ട അങ്ങ് കഴിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബേസ് സീരിയലാണ്. ഇപ്പോൾ ഒരുപാട് സീരിയൽ നമ്മൾ അങ്ങനെയല്ല കഴിക്കേണ്ടത്. അതൊരു ബാലൻസ്ഡ് ആയിട്ട് എല്ലാം വേണം. അതിനകത്ത് ഫ്രൂട്ട്സ് വേണം, വെജിറ്റബിൾസ് വേണം. അപ്പോൾ ചിക്കനും കഴിച്ചാൽ കുഴപ്പമില്ല. പിന്നെ എപ്പോഴും ഞാൻ ഈ പറഞ്ഞല്ലോ, മിക്സഡ് ഡയറ്റാണ് എപ്പോഴും നല്ലത്. എല്ലാ സാധനങ്ങളും ചേർന്ന് വരുന്നത് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ആവശ്യമുള്ള സാധനമല്ല, നമ്മൾ അറിയാതെ തന്നെ അതിനകത്ത് വരും എന്നുള്ളത്. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ഡോക്ടറോട് ചോദിക്കാനായിരുന്നു. ചോദിച്ചോളൂ. ഡോക്ടർ, എന്റെ മോള് എന്റെ പേര് റീന എന്നാണ്. ഞാൻ പേരൂർക്കടയിൽ നിന്ന് വിളിക്കുകയാണ്. മോള് പ്രഗ്നന്റ് ആണ് ഡോക്ടർ. 35 വയസ്സുണ്ട്. കല്യാണം കഴിഞ്ഞ് 10 വർഷത്തിന് ശേഷമാണ് പ്രഗ്നന്റ് ആവുന്നത്. അപ്പൊ എന്തൊക്കെ ഇത് ഇപ്പോഴും പോഷക ആഹാരം എങ്ങനെയാണ്, അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ? ഇപ്പൊ എത്ര മാസമായി? ഇപ്പൊ സ്റ്റാർട്ടിങ് ആണ്. തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഗർഭത്തിൽ ശരിക്കും ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ 35 വയസ്സുണ്ടെങ്കിൽ മോൾക്ക് ഒരു ഷുഗർ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏജ് കൂടുമ്പം ഗർഭത്തിന് വരാവുന്ന കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഷുഗറും BP-യുമാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഷുഗർ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്ത് പോകുന്നതായിരിക്കുന്നില്ല. എന്ന് പറഞ്ഞ് മധുരം ഇടാതെ ചായ കുടിപ്പിക്കണം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അമിതമായിട്ടുള്ള ഷുഗർ ഒന്ന് നിയന്ത്രിച്ച് പോകുക, അത്രേ ഉള്ളൂ.
അതെ. പിന്നെ നമ്മൾ ഇപ്പോൾ വയറ് നിറച്ച് ആഹാരം കഴിച്ചിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇഷ്ടമുള്ള ഒരു പലഹാരം കൊടുക്കാതിരിക്കുക, മധുര പലഹാരം കഴിക്കാതിരിക്കുക. കുറച്ച് ആഹാരം കൂടുതൽ പ്രാവശ്യം കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒന്നിച്ച് ബൾക്കായിട്ട് ഇങ്ങനെ കഴിക്കും. 3 നേരം കഴിക്കുന്നതിനേക്കാൾ അതിനെ ഒരു 6 നേരമാക്കി ഇടയ്ക്കിടയ്ക്ക് കഴിക്കും. അതുപോലെ പിന്നെ ഒരു കാര്യം ഡോക്ടർ, ഒരു കാര്യം കൂടെ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. കാരണം ഏകദേശം ഒരു 3 വർഷത്തിന് മുന്നേ ആയിട്ട് ലോ BP കുട്ടിക്ക് വരാറുണ്ട്. അപ്പൊ അതിനെ കുറിച്ചും കൂടെ. ഹൈറ്റ് ഉള്ള ആളാണോ? നല്ല ഹൈറ്റ് ഉള്ള കുട്ടിയാണ്? അല്ല, നോർമൽ, സാധാരണ നോർമൽ. ഈ ലോ BP എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉള്ള ഒരാളിന് ഒരു അസുഖമല്ല. ഇപ്പം അസുഖമായിട്ട് നമ്മൾ എന്തെങ്കിലും അസുഖത്തിന് നമ്മൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ആളിൻ്റെ കാര്യമല്ല. സാധാരണ ഉള്ള ഒരാളിന് ലോ BP എന്ന് പറയുന്നത് ഒരു കുഴപ്പമുള്ളതല്ല. എന്ന് പറഞ്ഞാൽ വെള്ളം കുടിച്ചാൽ BP അങ്ങ് കൂടും, BP നോർമൽ ആയിക്കോളും. ഹൈ BP ആണ് എപ്പോഴും നമുക്ക് ഹാർട്ടിന് പ്രശ്നം ഉണ്ടാക്കുന്നതും തലച്ചോറിന് പ്രശ്നം ഉണ്ടാക്കുന്നതും ഒക്കെ. ഇപ്പൊ ഗർഭത്തിൽ വരുന്ന പ്രഷർ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അത് നമ്മൾ ഉപ്പ് കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ പ്രഷർ വരാതിരിക്കില്ല. എന്നാൽ അമിതമായിട്ട് ഉപ്പ് കഴിക്കേണ്ട, ആവശ്യത്തിനുള്ള ഉപ്പ് കഴിക്കാം. അതുപോലെ ഈ 2 കാര്യങ്ങൾ ഫുഡിൽ ശ്രദ്ധിക്കാനുള്ളത് ഇത് രണ്ടുമാണ്. പിന്നെ നമ്മൾ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലം പോകാനുള്ള തടസ്സം ഗർഭകാലത്ത് ധാരാളം ഉള്ളതാണ്. അപ്പം നമ്മൾ ഇലക്കറികളൊക്കെ കൂടുതൽ കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, വെള്ളം ധാരാളം കുടിക്കുക, വെള്ളം ഒട്ടും കുറയാൻ പാടില്ല. പിന്നെ ഗർഭത്തിൽ ഏറ്റവും വേണ്ടുന്ന 2 സാധനങ്ങളാണ് അയണും കാൽസ്യം. അത് മരുന്നായിട്ട് തരുന്നെങ്കിൽ പോലും നമ്മളല്ലാതെയും കൂടെ അയണും കാൽസ്യം ചേർന്ന് ഉള്ള ഫുഡ്, ഇപ്പം മുരിങ്ങയില അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ നിറച്ച് അയൺ കാണും. അത് അങ്ങനെയുള്ള ആഹാരം കൊടുക്കുക, വെള്ളം കൊടുക്കുക, ഇത്രയൊക്കെ മതിയാകും. ഗർഭത്തിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ചികിത്സ, ഒരു ന്യൂട്രീഷനൊന്നും അത്ര ഭയങ്കര അല്ല നമുക്ക് ആവശ്യം. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്ത് എല്ലാം വേണം, അപ്പോഴപ്പോഴായിട്ട് കൊടുക്കണം. ഇപ്പം നട്ട്സ് കഴിക്കാൻ പറയും. നട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് നട്ട്സ് ദിവസവും കഴിക്കാനല്ല പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് അതും കഴിക്കാം. എല്ലാ സാധനങ്ങളും ഒരു മിതമായ രീതിയിൽ ഒരു 5-6 തവണ ആഹാരം കഴിക്കാം. പക്ഷെ അളവ് കുറച്ച് മതിയാവും. അമിതമായിട്ട് ഷുഗറും സോൾട്ടും ഒക്കെ ഒഴിവാക്കുക, വെള്ളവും നല്ലോണം. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, ഈ നമ്മളിപ്പോൾ ഈ മെൻസസ് ഒക്കെ ആവുന്ന ആ ഒരു സ്റ്റേജ് വരെയുള്ളത് ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഡോക്ടർ, ഇപ്പം ഡെലിവറി ഒക്കെ കഴിഞ്ഞൊരു 10, 35, 40, എനിക്ക് തോന്നുന്നു ആ സമയമാണ് ഏറ്റവും അധികം സ്ത്രീകൾ സ്വന്തം കാര്യങ്ങൾ നോക്കാത്തത്, ആരോഗ്യം അല്ല ഇഗ്നോർ ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് എങ്ങനെയായിരിക്കണം അതിൻ്റെ ഒരു കെയർ എന്നുള്ളതൊന്ന്? ഡെലിവറി കഴിയുമ്പം ശരിക്കും പറഞ്ഞാൽ ലാക്ടേഷൻ ഉണ്ടല്ലോ, കുഞ്ഞിന് പാല് കൊടുക്കണം. പാല് കൊടുക്കാൻ വേണ്ടി അമ്മ നല്ല ആഹാരം കഴിക്കണം, കാര്യങ്ങളല്ല. പക്ഷെ ഇതിൻ്റെ കൂടെ തന്നെ വന്ന് പെടുന്ന ഒന്നാണ് ഈ ഒബീസിറ്റി എന്ന് പറയുന്നത്. അപ്പം പാലുണ്ടാവാൻ വേണ്ടി നല്ല ആഹാരം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാല് കൊടുക്കുന്ന അതിൻ്റെ കൂടെ അമ്മമാർ വണ്ണവും വയ്ക്കാറുണ്ട്. പിന്നെ ചിലർ 1-2 വർഷം കഴിയുമ്പോൾ അടുത്തൊരു പ്രഗ്നൻസിയിലേക്ക് പോകും. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ ഭയങ്കര തിരക്കുള്ള ഒരു സമയമാണ്. ഈ കുഞ്ഞുങ്ങളെ നോക്കണം, അവരുടെ അപ്പോൾ പല അമ്മമാരും അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കാറില്ല. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞല്ലോ, ഇനിയിപ്പം വലിയ ശ്രദ്ധ ഇനി കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൻ്റെ സ്ട്രെസ്സിൽ, അതിൻ്റെ സ്ട്രെസ്സിൽ ഉറക്കമില്ലാതെ സമയത്ത് ആഹാരം കഴിക്കാതെയും, പിന്നെ വർക്കിംഗ് വിമൻ ആണെങ്കിൽ അതിൻ്റെ ജോലിത്തിരക്ക്, അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് ഒരു കെയറില്ലാതെ പോകുന്ന, അതൊക്കെ ഇങ്ങനെ അങ്ങ് പോകും. ഒരു 35 വയസ്സൊക്കെ കഴിയുമ്പം ശരിക്കും പറഞ്ഞാൽ കാൽസ്യം നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യണമെന്നാണ്. നമ്മൾ ഈ ഡെലിവറി ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ അങ്ങോട്ട് മെനോപോസിലോട്ട് അടുത്തോണ്ട് വരുമ്പം നമ്മുടെ ബോഡിയിൽ നമ്മുടെ ബോഡിയുടെ ബോണിനൊക്കെ കുറച്ച് വീക്ക്നെസ്, കാൽസ്യത്തിൻ്റെ ഒരു ഡെഫിഷ്യൻസി വരും. ആ സമയം മുതലേ നമ്മൾ കാൽസ്യം സപ്ലിമെൻ്റ് അല്ലെങ്കിൽ കാൽസ്യം റിച്ച് ഫുഡ് കഴിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ന്യൂട്രീഷനിൽ അവിടെ പിന്നെ ഉള്ളത് പലർക്കും മെൻസ്ട്രുവൽ പ്രോബ്ലംസ് ആ സമയം ഒരു 35-40 വയസ്സാകുമ്പോൾ മെനോപോസിലോട്ട് അടുക്കുന്നതിൻ്റെ ഹോർമോൺ ചേഞ്ചസ് ഇതെല്ലാം വന്നു കഴിയുമ്പോൾ അമിതമായിട്ട് രക്തസ്രാവം, പല സ്ത്രീകളും നമ്മുടെ അടുക്ക വരുമ്പം തന്നെ 5 ഗ്രാം 6 ഗ്രാം ഹീമോഗ്ലോബിനൊക്കെ ആയിട്ടാണ്. പിന്നെ പല ഗൈനക് പ്രോബ്ലംസ്, ഇപ്പോൾ യൂട്രസിൽ ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ അത് അങ്ങനെയൊക്കെ ഉള്ളത് പുറത്തു വരുന്ന ഒരു സമയമാണ് ഈ ഏജ്. അപ്പോൾ ആ ഏജിലെന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ തിരക്ക് കാരണം അത് തന്നെ പോകും, അത് ഈ പ്രായത്തിലുള്ളത് തന്നെ ഇങ്ങനെ ശ്രദ്ധയില്ലാതെ പോയിട്ട് പല അസുഖങ്ങളും കണ്ടുപിടിക്കാൻ ലേറ്റാവുകയും അല്ലെങ്കിൽ ആരോഗ്യം തന്നെ ഒരു നല്ല കുഴപ്പം വന്നു കഴിഞ്ഞ് മാത്രം മനസ്സിലാവുകയും ചിലപ്പം തീരെ വയ്യാതാവുമ്പോൾ മാത്രം ഒരു ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമയമുണ്ട്. ന്യൂട്രീഷൻ മാത്രമല്ല, അസുഖങ്ങൾ ആ സമയത്ത് വരുന്ന അസുഖങ്ങളും അറിയാതെ പോകാൻ സാധ്യതയുണ്ട്.
അപ്പോൾ ഫുഡിൽ ശരിക്കും പറഞ്ഞാൽ ഈ സമയത്തും നമുക്ക് വെള്ളം കുടിക്കണമെന്നുള്ള അത്യാവശ്യമാണ്. പിന്നെ ഈ കാൽസ്യം, അയൺ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ അമിതമായിട്ട് ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് ഇരിക്കുന്നതൊക്കെ നമ്മൾ ഈ ഡെലിവറി ആ സമയത്തൊക്കെ കുറേയൊക്കെ യൂട്ടിലൈസ് ചെയ്ത് പിന്നെ അത് റീകൂപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കെയർ കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ എക്സർസൈസും ഒക്കെ. ഈ ബോൺ സ്ട്രെങ്ത് സ്ത്രീകളെ ഏറ്റവും വലുതായിട്ട് ബാധിക്കുന്ന ഒന്നാണ്. നമ്മൾ മെനോപോസൊക്കെ ആയി കഴിയുമ്പം ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയും. പറഞ്ഞാൽ ബോണ് സ്ട്രെങ്ത് ഇല്ലാതായി പോകുന്നത്. അത് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ഓസ്റ്റിയോപൊറോസിസ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ കാൽസ്യം സപ്ലിമെൻറ്റ് ചെയ്യുകയും എക്സർസൈസൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യണമെന്നാണ്. ഓക്കെ ഡോക്ടർ, ഈ നമ്മുടെ ആഹാരത്തിൽ കാൽഷ്യം കണ്ടൻറ്റ് കൂടിയ അങ്ങനെ എന്തെങ്കിലും? കാൽഷ്യം കണ്ടൻറ്റ് കൂടിയത് നമുക്ക് ഇപ്പോൾ കേരളത്തിലെ ഒരു സിസ്റ്റം അനുസരിച്ച് എല്ലാവരും പാലൊക്കെ കുടിക്കുന്നവരും. മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ആണ് കാൽസ്യത്തിൻ്റെ ഏറ്റവും വലിയത്. പിന്നെ നമ്മുടെ എല്ലാ ഫുഡിലും കുറച്ചുണ്ട്. മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നതിനകത്ത് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഡോക്ടർ, ഈ സീക്കോ ടാബ്ലറ്റ്സ് പോലത്തെ ചില കാര്യങ്ങളൊക്കെ പൊതുവേ നല്ലതാണെന്ന് പറയാറുണ്ട്. അതിൻ്റെ ഒരു വസ്തുത എന്താണെന്നൊന്ന്? ശരിക്കും പറഞ്ഞാൽ സപ്ലിമെൻറ്റേഷൻ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കേണ്ട അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് അധികം ഡിമാൻഡ് ഉള്ളപ്പോഴാണ്. ഇപ്പോൾ പ്രഗ്നൻസി അവിടെ ഒരു അധികം ഡിമാൻഡാണ്. അപ്പോൾ നമുക്ക് സാധാരണ ഉള്ളത് പോരാ, കുറേ കൂടുതൽ വേണം. പിന്നെ പ്രഗ്നൻസിയിലെ വേറൊരു കുഴപ്പം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്നത് തന്നെ അബ്സോർബ് ചെയ്യുന്നത് കുറവാണ്. നമ്മൾ ആഹാരം കഴിച്ചാൽ മാത്രം വരില്ല, ശരീരത്തിൽ പിടിക്കണമെന്ന് പറയും. പ്രഗ്നൻസി സമയത്ത് അല്ലേ? പ്രഗ്നൻസി സമയത്ത് ഈ ആഹാരം ശരീരത്തിലോട്ട് അബ്സോർബ് ചെയ്യുന്നത് കുറവാണ്. കുറവിൻ്റെ റീസൺ വേറൊന്നുമല്ല, നമ്മുടെ ഗർഭപാത്രം വലുതായിരിക്കുമ്പം കുടലിനെയൊക്കെ ഞെരുക്കി വയ്ക്കും. അപ്പോൾ കുടലിൻ്റെ പ്രവർത്തനത്തിനൊക്കെ കുറച്ച് തടസ്സം വരും. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ സപ്ലിമെൻറ്റ് നിർബന്ധമായിട്ടും പറയുന്നത്. പലർക്കും സപ്ലിമെൻ്റ് ആവശ്യമില്ല, ഇല്ലാതെ തന്നെ അവർക്ക് കാണും. പിന്നുള്ളത് ഗർഭകാലത്ത് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കുഞ്ഞിന് വളരാൻ ആവശ്യമുള്ളതെല്ലാം, കുഞ്ഞ് ശരിക്കും ഒരു കള്ളനാണ്, എല്ലാം ഇങ്ങനെ വലിച്ചെടുക്കും ആവശ്യമുള്ളതെല്ലാം. അമ്മയ്ക്ക് ഒരു ഡെഫിഷ്യൻസി വന്നാൽ അമ്മയെ അത്ര ബാധിക്കില്ല, കുഞ്ഞിനെയാണ് ബാധിക്കുന്നത്. പക്ഷേ അവിടെ പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ബോഡിയിലൊരു സ്റ്റോറുണ്ട്, ലിവറിലൊരു സ്റ്റോറുണ്ട്, നമ്മുടെ ബോൺ മാരോയ്ക്കകത്ത് സ്റ്റോറുണ്ട്. സാധനങ്ങളെല്ലാം നമുക്കൊരു ക്രൈസിസ് വന്നാൽ, ഒരു അസുഖം വന്നാൽ എടുത്ത് ഉപയോഗിക്കാനായിട്ട് നമ്മൾ കിച്ചണിലൊരു സ്റ്റോർ പോലെ തന്നെ ഉണ്ട്. സ്റ്റോറെല്ലാം അങ്ങ് ഡെപ്ലീറ്റ് ചെയ്യും. അപ്പോൾ പിന്നെ നമുക്കൊരു അസുഖം വന്നാൽ പെട്ടെന്ന് നമുക്ക് ബോഡിയിൽ നിന്ന് എടുക്കാൻ സ്റ്റോറില്ല. അപ്പോൾ പിന്നെ അസുഖ സമയത്ത് നമുക്ക് കഴിക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സ്റ്റോറെല്ലാം ഒരു ആവശ്യത്തിനെടുത്ത് ഉപയോഗിച്ച് തിരിച്ചത് റീകൂപ്പ് ചെയ്യണമെന്നുള്ളതാണ്. തിരിച്ചത് അതുപോലെ വയ്ക്കണം, എങ്കിലേ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സപ്ലിമെൻറ്റ്സൊക്കെ പറയുന്നത്, കഴിക്കണം എന്ന് പറയുന്നത്. ഈ നമ്മൾ കഴിക്കുന്ന, ഇപ്പോൾ നമ്മൾ ആഹാരം കഴിച്ചു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ശരീരത്തിലോട്ട് വരണമെന്നില്ല. ഇപ്പോൾ ഇൻഡസ്ട്രീന് നമുക്കൊരു അസുഖം വന്നെന്ന് വിചാരിച്ചു, വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കഴിക്കുന്ന അബ്സോർബ് ചെയ്യത്തില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ പിടിച്ച് നിൽക്കണമെങ്കിൽ സ്റ്റോറിൽ നിന്ന് എടുത്ത് വേണം ഉപയോഗിക്കാനായിട്ട്. നമ്മൾ ഇപ്പോൾ രക്തസ്രാവമൊക്കെ വരുന്ന സ്ത്രീകൾക്കാണെങ്കിലും കുറേ നാൾ അവർ പിടിച്ച് നിൽക്കും രക്തം കുറഞ്ഞു പോകാതെ. പിന്നെ ഡെയിലി അങ്ങ് രക്തസ്രാവം ഇത് തിരിച്ചങ്ങോട്ട് ബോഡി സ്റ്റോറെല്ലാം പോയി കഴിയുമ്പോഴാണ് ഒരു ഭയങ്കര വളർച്ചയും അസുഖങ്ങളുമായിട്ട് വരുന്നത്. ഓക്കെ ഡോക്ടർ, ഈ ഒരു മെനോപോസിലേക്ക് പോകുന്ന സമയത്തെ കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കുറേ പ്രശ്നങ്ങൾ നമുക്ക് വരാം. അപ്പം അത് ആ സമയത്തുള്ളൊരു ന്യൂട്രീഷൻ എന്തൊക്കെയാണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ്? ലൈഫ് സ്റ്റൈലിലെ മോഡിഫിക്കേഷൻ മെയിൻലി കുറച്ച് എക്സർസൈസ്, കുറച്ച് ആക്ടിവിറ്റീസൊക്കെ വേണം എന്നുള്ളതാണ്. തീരെ സെഡൻറ്ററി ലൈഫാണെങ്കിൽ അത് ശരിയല്ല. പിന്നെ ഉറക്കം ആവശ്യമുണ്ട് മെനോപോസ് എടുക്കുമ്പോൾ. ഹോർമോൺ, പിന്നെ ആ സമയത്ത് വരുന്ന ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് തന്നെ ബോഡിയിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അതെല്ലാം നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ, പിന്നെ പ്രത്യേകിച്ച് ഈ ബ്ലീഡിംഗ് ഒക്കെ ഉള്ള സ്ത്രീകളാണെങ്കിൽ തീർച്ചയായിട്ടും അയൺ സപ്ലിമെൻറ്റ് ചെയ്യണം, അയൺ കഴിക്കണം, കാൽസ്യം കഴിക്കണം, പിന്നെ കുറച്ച് വെയിലൊക്കെ കൊള്ളണം, വൈറ്റമിൻ ഡി ഉണ്ടാവണമെങ്കിൽ അങ്ങനെയുള്ള, പിന്നെ ഈ പറഞ്ഞ പോലെ ഇലക്കറികളെല്ലാം. പിന്നെ ആ സമയത്താണ് ഈ കോൺസ്റ്റിപ്പേഷൻ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഫൈബർ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. പിന്നെ അപ്പോഴാണ് ഈ ഓരോ അസുഖങ്ങൾ നമുക്ക് വരുന്നത്. കൊളസ്ട്രോള് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ആൾക്കാരെല്ലാം വളരെ പേടിക്കുന്ന ഒന്നാണ് കൊളസ്ട്രോള്. എല്ലാവരും പോയി തന്നെ ടെസ്റ്റിംഗ് ആണ്, ലാബുകളിലെല്ലാം പോയി സ്വന്തമായിട്ട് ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് പലരും ചിലപ്പോഴൊക്കെ നമുക്ക് തന്നെ വളരെ ചിരി വരും. ഒരു ലാബിൽ പോയപ്പോൾ പറഞ്ഞു കൊളസ്ട്രോൾ 250 ഉണ്ടെന്ന്, അടുത്ത ലാബിൽ ചെന്നപ്പോൾ പറഞ്ഞു 170 ഉള്ളൂ. അതെന്ത് ഡോക്ടറെ, ഒരു ദിവസം തന്നെ 2? എന്താണ്, രാവിലെ പോയി
ആഹാരം കഴിക്കാതെ ടെസ്റ്റ് ചെയ്തു, കുറേ കഴിഞ്ഞ് നിറച്ച് ആഹാരം എപ്പോൾ ടെസ്റ്റ് ചെയ്യണമെന്നോ എങ്ങനെ ടെസ്റ്റ് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും അറിഞ്ഞുകൂടാ ആൾക്കാർക്ക്. പക്ഷെ ലാബിൽ പോകണം, ടെസ്റ്റ് ചെയ്യണം, അങ്ങനെ ഭയങ്കര സ്ട്രെസ് അടിച്ച് നടക്കുന്ന ഒരുപാട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു സ്ട്രെസ്സ് കൂടുതലുണ്ടാകുന്നത് ഏജ് കൂടുമ്പോഴാണ്. കുറേ ലൈഫൊക്കെ ഇങ്ങനെ കണ്ട് കുറേ നമുക്ക് തന്നെ ഒരു എക്സ്പീരിയൻസൊക്കെ വന്ന്. അപ്പോൾ ഒരു കൂട്ടുകാരി പറയുന്നു എനിക്ക് ഇങ്ങനെ ആയിരുന്നു ആദ്യം, പിന്നെ നോക്കുമ്പോൾ ക്യാൻസർ ആയിരുന്നു, ഉടനെ എനിക്ക് ഹോൾ ബോഡി ചെക്കപ്പ്, എക്സിക്യൂട്ടീവ് ചെക്കപ്പ്, പലതരം ചെക്കപ്പുകൾ, സ്ട്രെസ്സ്. അപ്പോൾ ഇത് ഇങ്ങനെ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഹെൽത്ത് റൈറ്റ് എന്നുള്ളതിനേക്കാളും എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഹെൽത്ത് വേണമെന്ന്. പക്ഷെ അതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള ഇതിനെ പറ്റിയുള്ള ഒരു എന്താണ് ജ്ഞാനം കുറവാണോ അതോ അതിനോടുള്ള ആറ്റിറ്റ്യൂഡാണോ നമുക്ക് പറയാൻ വയ്യ. ഡോക്ടർ, എനിക്കൊന്ന് ഈ നമ്മുടെ കേരളത്തിലെ സെനാരിയോയിൽ ഹെൽത്ത് തന്നെ ഒരു ആങ്സൈറ്റിയുടെ കാരണം. പിന്നെ വേറൊന്ന് ഇപ്പോൾ കണ്ടിരിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ മരുന്ന് കഴിച്ചാൽ ഹെൽത്ത് കിട്ടുമെന്നൊരു വിചാരമാണ് ആൾക്കാർക്ക്. അത് ഭയങ്കര തെറ്റായ ഒരു സന്ദേശമാണ് ശരിക്കും പറഞ്ഞാൽ. മെഡിസിൻസൊക്കെ നമ്മൾ കഴിക്കണം ആവശ്യത്തിന്. പലരും ഉണ്ട് ആവശ്യമില്ലാത്ത ധാരാളം മെഡിസിൻസ് വാങ്ങി കഴിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പണ്ടെല്ലാം നമ്മളടുക്ക ഒരു ആൾ വന്നാൽ എത്ര മിനിമം ഡ്രഗ്സ് എഴുതണമെന്നാണ് പണ്ട് ഡോക്ടേഴ്സ് നോക്കിയിരുന്നത്. എത്ര മിനിമം ഡ്രഗ്സ് കൊണ്ട് അവർക്കിത് മാറ്റാം. ഇന്നങ്ങനെയല്ല. ഇന്ന് പേഷ്യൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ മാറിയിരിക്കുന്നത് കണ്ടാൽ ഡോക്ടർ മരുന്ന് വേണം, ഇത്രയൊക്കെ അസുഖം ഉണ്ടായിട്ട് അവർ മരുന്ന് കഴിക്കേണ്ടെന്നാണ് മനസ്സിലായത്. നമ്മളിപ്പം അത് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിരിക്കുന്നത് ഈ പോളിസിസ്റ്റിക് ഓവറി, ഒബീസിറ്റി, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ കുറേ അഡ്വൈസ് കൊടുക്കും അവർക്ക്. അപ്പോൾ അവർക്ക് വേണ്ടത് അതിനേക്കാൾ കൂടുതൽ കുറച്ച് മരുന്നിൽ ഈ വെയിറ്റ് ഒന്ന് കുറച്ച് കിട്ടിയാൽ എന്നുള്ളതാണ്. ലൈഫ് സ്റ്റൈൽ പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര ഒരു ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. പക്ഷെ അത് ശാശ്വതമായിട്ട് പിന്നെ നമുക്ക് ലോങ് ടേമിൽ അതാണ് നമുക്ക് ഗുണപ്പെടുന്നതെന്നുള്ളത്. മരുന്ന് അങ്ങനെ ഒരു നമ്മുടെ കേരളത്തിലെ സംസ്കാരം വെച്ചിട്ട് മരുന്ന് കഴിക്കണം എന്നുള്ളത് ആൾക്കാരുടെ ഒരു നിർബന്ധമായിട്ട് മാറിയിരിക്കുകയാണ്. ആർക്കെങ്കിലും മരുന്ന് കഴിക്കേണ്ടെന്ന് പറയുന്ന അത്ര ഒരു. പക്ഷെ ഹെൽത്ത് ഒരിക്കലും മരുന്ന് കഴിച്ചോ വില കൊടുത്തോ വാങ്ങിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കണം. നമ്മൾ കൂടുതൽ മരുന്ന് കഴിച്ചാൽ എല്ലാ മരുന്നിനും സൈഡ് എഫക്റ്റ് ലോങ് ടേമിൽ കാണും. ഇപ്പോൾ 1-2 ദിവസം കഴിക്കുന്നതല്ല, നമ്മൾ ആവശ്യമില്ലാതെ മെഡിസിൻസ് കഴിക്കുന്നെങ്കിൽ. ഇപ്പോൾ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ അവകാശം തന്നെയാണ്. പക്ഷെ അത് നമ്മൾക്ക് പിടിച്ചു പറിച്ചെടുക്കാൻ പറ്റുന്നതല്ല. അത് നമ്മൾ തന്നെ വിചാരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നമ്മൾ ഫുഡിലൊക്കെ കുറച്ച് ശ്രദ്ധ വരുത്തിയാൽ മാത്രമേ നമുക്കത് ശരിയാക്കി എടുക്കാം. ഡോക്ടർ, പൊതുവേ മിക്കവാറും ഡോക്ടേഴ്സൊക്കെ വാക്കിംഗ് നല്ലതാണ് ഹെൽത്തിന് സ്ഥിരം പറയാറുണ്ട്. പക്ഷെ നടക്കാൻ പോയില്ലെങ്കിലും അതൊരു ബുദ്ധിമുട്ടാണ്. പകരം ഒരു ടാബ്ലറ്റ് കഴിച്ച് കൊളസ്ട്രോളോ എന്തെങ്കിലും കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർക്ക്. അതെ അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ ഉറക്കമില്ലായ്മ. നേരത്തെ ഒരു കോളർ നമ്മളോട് ചോദിച്ചായിരുന്നല്ലോ, പലരും ഉറങ്ങാത്ത എന്താണെന്നറിയാമോ? ഉറങ്ങാൻ കിടക്കുമ്പോഴും മൊബൈൽ കൈ പിടിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. എങ്ങനെ ഉറങ്ങാൻ പറ്റും? അതിലെ മെസ്സേജസ് നോക്കി അതെല്ലാം കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ആലോചിച്ച് ഉറക്കം വരില്ല. ഇഷ്ടമുള്ളതെന്ന് കണ്ടു കഴിഞ്ഞാൽ രസിച്ച് നമുക്ക് ഉറക്കം വരത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉറക്കത്തിന് അതിൻ്റേതായ ഒരു റെസ്പെക്റ്റ് കൊടുക്കണമെന്നുള്ളതാണ്. നമ്മൾ ബെഡിൽ പോവുകയാണെങ്കിൽ ഉറങ്ങാൻ ടൈമായെങ്കിൽ ഉറങ്ങുക, ഉറങ്ങിയിട്ട് ബാക്കി നോക്കുക. അപ്പോൾ ഉറങ്ങാൻ പറ്റാത്ത, ഇപ്പം ഞങ്ങൾ ഡോക്ടർമാരെ പോലെ ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ട് ചില ജോലികളിൽ. അതിപ്പോൾ നമുക്ക് ഒരാവശ്യമാണ്. അതിന് പകരം നമ്മൾ എപ്പോഴെങ്കിലും ഉറങ്ങും. അങ്ങനെയല്ല, ഇതങ്ങനെയല്ല. നമുക്ക് മാറ്റി വയ്ക്കാവുന്ന കാര്യങ്ങളും. ഉറക്കം ശരിക്കും ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ്. ഈ ഫുഡൊക്കെ കഴിക്കുന്ന ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ അബ്സോർബ് ചെയ്യണമെങ്കിലൊക്കെ തന്നെ നമുക്ക് ഉറക്കം വേണം. ബോഡി ഹെൽത്തിയാണ്. അപ്പം ആരോഗ്യം നമ്മുടെ റൈറ്റ് തന്നെയാണ്. പക്ഷെ ആ റൈറ്റ് നമ്മൾ നമ്മുടെ ഡ്യൂട്ടിയും കൂടെ അത് നമുക്കത് പ്രായോഗികമാകണമെങ്കിൽ നമ്മളുടെ ഒരു നല്ലൊരു പങ്ക് അതിനകത്തുണ്ട്. അതിനകത്ത് ന്യൂട്രീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതിൻ്റെ കൂടെ ഇങ്ങനെ അഡീഷണൽ ആയിട്ടുള്ള കുറേ കാര്യം. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, കോഴിക്കോട് നിന്ന്, പേര് പറയാമോ? ഓക്കെ, നമ്മുടെ ഇന്നത്തെ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സ്ത്രീകളുടെ ആരോഗ്യവും പോഷകാഹാരത്തിന്റെ പ്രാധാന്യമാണ്. ഡോക്ടർ ലീലാമണിയുണ്ട്, സംസാരിച്ചോളൂ. പറഞ്ഞോളൂ ഡോക്ടർ. പറയും. എനിക്ക് എണീക്കുമ്പോഴോ? കുറേ നേരം ഇരുന്ന് എണീക്കുമ്പോ കാല് ഭയങ്കര വേദന. എവിടെ? കാലെന്ന് പറഞ്ഞാൽ മുട്ടിലാണോ താഴെയാണോ? മുട്ടുകാലല്ല, മുട്ടിന് താഴോട്ട്. മുട്ടിന് താഴോട്ട്. ഇപ്പൊ എത്ര വയസ്സുണ്ട്? 53.
ഡയബറ്റീസ് വല്ലതും ഉണ്ടോ? ഇല്ല, മരുന്നൊന്നും ഞാൻ കുടിക്കുന്നില്ല. മരുന്നൊന്നും പിന്നെ ഞാൻ ഡോക്ടർ പറഞ്ഞു വാദത്തിന്റെ സൂക്കേടാണ്. എന്തിൻ്റെ? വാദത്തിൻ്റെ. 53 വയസ്സല്ലേ പറഞ്ഞത്? 53. ആ, അപ്പോൾ 53 വയസ്സൊക്കെ ഉണ്ടെങ്കിൽ ഷുഗറൊക്കെ ഉണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതിനോട് ഒന്നുമില്ല. ആ, അപ്പോൾ ഈ ഒരു പൊസിഷനിൽ കുറേ നേരം ഇരിക്കുമ്പോൾ ഉള്ള വേദന ഒരു ഏജ് കഴിയുമ്പോൾ, ഇപ്പം നിങ്ങൾക്ക് മാസമുറയൊക്കെ നിന്നതായിരിക്കുമല്ലോ, മാസമുറയൊക്കെ നിന്ന് കഴിയുമ്പോൾ അത് സാധാരണ വരാവുന്നതാണ്. അപ്പം നമ്മുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യണം. ഒരുപാട് നേരം ഒരേ പോസ്റ്ററിൽ ഇരിക്കാൻ പാടില്ല. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ട് കാണും, ഈ കാലുവേദനയ്ക്കൊക്കെ ഉള്ള ഒരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ എല്ലിൻ്റെ ബലക്കുറവ് വരുന്നതാണ്. നമുക്ക് ഈ മാസമുറയൊക്കെ നിന്ന് കഴിയുമ്പോൾ ഹോർമോൺ വ്യതിയാനം വന്നിട്ട് നമ്മുടെ എല്ലിനൊക്കെ ബലക്കുറവ് വരും. അപ്പോൾ അങ്ങനെയുള്ളത് തടയാനായിട്ട് നമുക്ക് കുറച്ച് കാൽസ്യത്തിൻ്റെ ഗുളികളൊക്കെ കഴിക്കുക. കാൽസ്യവും വൈറ്റമിൻ ഡിയും ചേർന്നിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ് ഡോക്ടർ. നമ്മുടെ സമയം പൂർണ്ണമായിരിക്കുകയാണ്. ഇനി ഒരു ചോദ്യം പോലും ചോദിക്കാനുള്ള സമയമില്ല. വളരെ വിശദമായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സ്ത്രീകളുടെ ആരോഗ്യവും അതിൽ ന്യൂട്രീഷൻ്റെ, പോഷകാഹാരത്തിൻ്റെ പ്രാധാന്യമാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, എപ്പോഴും നമ്മുടെ ഹെൽത്ത് നമ്മുടെ റൈറ്റാണ്, എപ്പോഴും അതിനൊരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ശ്രദ്ധിച്ച് നന്നായിട്ട് ആരോഗ്യത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. ഒരുപാട് നന്ദി ഡോക്ടർ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നതിനും വിളിച്ച പ്രേക്ഷകർക്കും അതുപോലെ നമ്മുടെ വിളിച്ച കോളേഴ്സിനും അതുപോലെ നമ്മുടെ പ്രേക്ഷകർക്കും ഒക്കെ ഹൃദയം നിറഞ്ഞ നന്ദി. കെയറിംഗ് ഹാൻഡ്സ് പൂർണ്ണമാകുന്നു. താങ്ക് യു.